ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് മുകുന്ദ ജയ് ജയ് മുരാരി ജയ് ജയ് മുകുന്ദ ജയ് ജയ് മുരാരി ജയ് ജയ്. രാധാ മാധവ ഹരി ഗോവിന്ദ ജയ് ജയ് ഗോവിന്ദ ജയ് ജയ്. യാദവ ജയ് ജയ് കേശവ ജയ് ജയ് മധുസൂദന മുരളി മോഹന ജയ് ജയ് മധുസൂദന മുരളി മോഹന ജയ് ജയ്. ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് മുകുന്ദ ജയ് ജയ് മുരാരി ജയ് ജയ് മുകുന്ദ ജയ് ജയ് മുരാരി ജയ് ജയ്. രാധാ മാധവ ഹരി ഗോവിന്ദ ജയ് ജയ് രാധാ മാധവ ഹരി ഗോവിന്ദ ജയ് ജയ്. യാദവ ജയ് ജയ് കേശവ ജയ് ജയ് യാദവ ജയ് ജയ് കേശവ ജയ് ജയ് മധുസൂദന മുരളി മോഹന ജയ് ജയ് മധുസൂദന മുരളി മോഹന ജയ് ജയ്. ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് മുകുന്ദ ജയ് ജയ് മുരാരി ജയ് ജയ് മുകുന്ദ ജയ് ജയ് മുരാരി ജയ് ജയ്. രാധാ മാധവ ഹരി ഗോവിന്ദ ജയ് ജയ് രാധാ മാധവ ഹരി ഗോവിന്ദ ജയ് ജയ്. യാദവ ജയ് ജയ് കേശവ ജയ് ജയ് യാദവ ജയ് ജയ് കേശവ ജയ് ജയ് മധുസൂദന മുരളി മോഹന ജയ് ജയ് മധുസൂദന മുരളി മോഹന ജയ് ജയ്. ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ് ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സപ്താഹയജ്ഞത്തിൻ്റെ 6ാം ദിവസമാണെന്ന്. ഓരോ യോഗഭൂമികളിലൂടെ കടന്ന് വന്ന് ഇത് 6ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യത്തെ ദിവസമാണെങ്കിൽ ശുഭേച്ഛ, 2ാം ദിവസമാണെങ്കിൽ സുവിചാരണ, 3ാം ദിവസമാകുമ്പോഴേക്കും തനുമാനസി, 4ാം ദിവസമാകുമ്പോഴേക്കും സത്വഗുണ പരിപൂർണമായിത്തീരുന്നു നമ്മുടെ മനസ്സ്. അപ്പോഴാണ് സത്വാപത്തി എന്നുള്ള യോഗഭൂമിയുടെ അവസാനം കൃഷ്ണാവതാരം സാധ്യമായിത്തീരുന്നത്. 5ാം ദിവസമാകുമ്പോഴേക്കും അസംസക്തി, കൃഷ്ണകഥകൾ കേട്ട് ആസക്തിയില്ലാത്ത ഒരു മനസ്സ് സ്വന്തമായിത്തീരുന്നു. രുക്മിണി സ്വയംവരം സാധ്യമായിത്തീരുന്നു. ഇന്ന് 6ാം ദിവസമാണ്. ലോകത്തിൻ്റെ ഒടും ഭവമായത് ഭഗവാൻ തന്നെയാണെന്ന് ബോധ്യമായിത്തീരുന്നു. ആ രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്ന് ഇനി തുരീയാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ ആ വഴിയിലൂടെയൊക്കെ നമ്മളും കഥകൾ കേട്ടുപോകുമ്പോൾ ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകളാണ് പ്രധാനമായിട്ട് ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ വിവാഹ കഥകളൊക്കെ നേരത്തെ അനുസ്മരിച്ചു. അങ്ങനെ 16,108 പത്നിമാരൊക്കെ ആയിട്ടുള്ള ഭഗവാന്റെ ദിവ്യമായ ഗാർഹസ്ഥ്യം ഒരു ഭാര്യയായിട്ട് തന്നെ ആൾക്കാർ വട്ടം തിരിയുന്നു. 16,108 എന്താ ഉണ്ടാവുക എന്നൊക്കെ സംശയം വരികയാണെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല. വളരെ ഹൃദ്യമായ രീതിയിലായിരുന്നു ഭഗവാന്റെ ദാമ്പത്യമൊക്കെ. എല്ലായിടത്തും പോയിട്ട് അതൊക്കെ നോക്കി പറയാൻ കഴിയാത്തത് കൊണ്ട് ഒരു ഗൃഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ബാക്കിയുള്ള ദിക്കിലൊക്കെ ഇതുപോലെയാണെന്ന് വിചാരിച്ചോളൂ എന്നുള്ള രീതിയിൽ രുക്മിണി ദേവിയുമായിട്ടുള്ള പ്രണയകലഹം. ഭഗവാന് ഈ സമയത്ത് മൂത്ത മകനായ പ്രദ്യുമ്നൻ്റെ മകനാണ് അനിരുദ്ധൻ. അനിരുദ്ധന് 2 വിവാഹം കഴിഞ്ഞിരിക്കുന്നു, അഥവാ മകൻ്റെ മകൻ 2 വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഒരു ദിവസം തൻ്റെ ശയനഗൃഹത്തിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രുക്മിണി ദേവി അങ്ങോട്ട് കടന്നു വന്നു. രുക്മിണി ദേവി ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് പറയുക, ഒന്നും വേണ്ടിയിരുന്നില്ല. എന്ത് വേണ്ടിയിരുന്നില്ല? രുക്മിണി ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ല. രുക്മിണി ദേവി വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക കഴിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെയാണോ?
അല്ല, രുക്മിണി ദേവിയുടെ സങ്കടം കാണുമ്പോൾ, മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്നത് അബദ്ധമായിന്ന്. ഞാനും രുക്മിണി തമ്മിൽ ഒരു യോജിപ്പുമില്ല. എൻ്റെ കാര്യം പറയാൻ നേരെ വിപരീതമാണ് രുക്മിണിയുടെ എന്ന് വിചാരിച്ചാൽ മതി. വിവാഹം കഴിക്കുമ്പോൾ എന്തെങ്കിലും യോജിപ്പുണ്ടാവണ്ടേ? കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭി, അങ്ങനെയൊക്കെയല്ലേ യോജിപ്പുണ്ടാവേണ്ടത്? എൻ്റെ ആണെങ്കിൽ ശപിക്കപ്പെട്ട കുലമാണ് യയാതി മഹാരാജാവിനാൽ. ശീലം വെണ്ണകക്കുക, പാലകക്കുക. ഇതിற்கு നേരെ വിപരീതമാണ് രുക്മിണി ദേവിയുടെ എന്ന് വിചാരിച്ചാൽ മതി. സൗന്ദര്യവും ആ കാടന്മാരുടെ ഇടയിൽ കുറച്ച് കറുപ്പ് കൂടിയപ്പോൾ എന്നെ ശ്യാമസുന്ദരാന്ന് വിളിച്ചു, ഇത്രയേ ഉള്ളൂ. ശ്യാമൻ എന്ന് പറഞ്ഞാൽ കറമ്പെന്ന്, സുന്ദരൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമൊക്കെ ഉണ്ട്. സുന്ദരാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാലേ മുഴുവൻ ഞെളിഞ്ഞിരിക്കണ്ട, കുരങ്ങെന്നും കൂടി അർത്ഥമുണ്ട്. അപ്പം എന്തായി, നീ കൂട്ടി വായിച്ചാൽ മതി. ഇതാണ് എൻ്റെ സൗന്ദര്യം. വിദ്യാഭ്യാസവും പണ്ടൊക്കെ അമ്മമാർ ചോദിക്കാറുണ്ട് 4 അക്ഷരം പഠിച്ചു അതേന്ന്. ഞാൻ അതുണ്ടായിട്ടില്ലേ, 2 അക്ഷരം ഉണ്ടായിട്ടുള്ളൂ, എമ്പെന്ന്. പശുക്കളുടെ പിന്നാലെ നടക്കുമ്പോൾ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ആവശ്യമില്ല. അല്ലാതെ പശുക്കളെ കരുതിയിട്ട് അഗ്നി മീളെ പുരോഹിതം എന്നൊക്കെ വേദം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പശുക്കളെയൊക്കെ പോത്തിനെയൊക്കെ വേദം ചെല്ലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിനുള്ള വിദ്യാഭ്യാസം എനിക്കുള്ളൂ. അതുകൊണ്ട് പശുക്കളുടെ പിന്നാലെ നടക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ട്. 4 അക്ഷരം മുഴുവനാക്കിയിട്ടില്ല എന്ന്. പിന്നെ അമ്മാവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊന്നു എന്നാണ് ഒരു യോഗ്യത എനിക്ക്, ഡിഗ്രി. അങ്ങനെ വല്ലാത്ത തോന്നിയാസയായപ്പോഴാണ് അച്ഛനൊക്കെ കൂടിയിട്ട് എന്നെ ഗുരുകുലത്തിലുണ്ടാക്കി. ഞാൻ അവിടെ നിൽക്കുമോ? 64 ദിവസം കൊണ്ട് അവിടെ ചാടിപ്പോന്നു. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം. ഇങ്ങനെയുള്ള എന്നെ രുക്മിണി ദേവിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നില്ലേ? ഇതൊന്നുമില്ലെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അതുമില്ല. വിദ്യാഭ്യാസം അതുമില്ല. താമസിക്കാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ? എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സും ഇല്ല. ഇപ്പം ഇവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കാലാകാലം എവിടെയാണെന്ന് വെച്ചിട്ടില്ല. എൻ്റേതായിട്ടൊന്നുമില്ല. ഇതൊന്നുമില്ലെങ്കിലും പോക്കറ്റിൽ എന്തെങ്കിലും എടുക്കാനുണ്ടായാൽ മതിയായിരുന്നു. നിഷ്കിഞ്ചന വയം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയ. എനിക്കൊന്നുമില്ല എന്ന് മാത്രമല്ല, കൂടെയുള്ള ആരുടെങ്കിലും ചോദിച്ചാൽ കിട്ടും, അതും ഉണ്ടാവില്ല. കാശിന് ഗതിയിലാകാതെ ആകുമ്പോഴാണ് എൻ്റെ അടുത്ത് വരെ ആൾക്കാർ. ഒന്നിനും പറ്റാതെ ആകുമ്പോഴാണ് എന്നാ ഭഗവാന്റെ നാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ്. ഒരു തരത്തിലുള്ള ആസക്തി ഇല്ലാത്തവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ഒന്നിനോട് ആസക്തിയില്ല, ഒന്നുമില്ലാത്തവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. നിഷ്കിഞ്ചനാവയം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയ. രാജാക്കന്മാരെ പേടിച്ച് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പേടിതുണനായിട്ട് താമസിക്കുന്ന എന്നെ രുക്മിണി ദേവിക്ക് സ്വീകരിക്കേണ്ടി വന്നില്ലേ? ഞാൻ അതും പോട്ടെ, അധികാരം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികാരമില്ല. ഉഗ്രസേന മുത്തശ്ശൻ്റെ കീഴിൽ ഇവിടെ ഇങ്ങനെ ദാസനായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. എനിക്കൊരു അധികാരമില്ല. അങ്ങനെയുള്ള രുക്മിണി ദേവി, അങ്ങനെയുള്ള എന്നെ രുക്മിണി ദേവിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശിശുപാലയിട്ട് എപ്പോഴും കാത്തിരിക്കേണ്ടോ? പൊക്കോളൂ. രുക്മിണി ദേവിയുടെ സൗന്ദര്യത്തിന് കുറവുണ്ടായിട്ടില്ല. ഞാനും പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ആലോക്യം കൂടി തീരും. പൊക്കോളൂ എന്ന് പറയല്ല. ദാരുക തേര് കൊണ്ടൊരു ദാരുകൻ വേഗം തേരെ കൊണ്ടുവന്ന് നിർത്തി. പൊക്കോളൂ. രുക്മിണി ദേവിക്ക് എന്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണോ ഒക്കെ കൊണ്ടുപോകാം. ഇനി അതിന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കൊന്നും വേണ്ട. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് എന്താ വേണ്ടിച്ചാൽ കൊണ്ടുപോകാം. രുക്മിണി ദേവിക്ക് ഒന്നും ചോദിക്കാനില്ല. എന്ത് വേണമെങ്കിൽ ഇഷ്ടം പോലെ എടുത്ത് കൊണ്ടുപോകാം. രുക്മിണി ദേവിയുടെ സങ്കടം കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് അതൊക്കെ. അതുകൊണ്ടാണ് പൊക്കോളൂ എന്നൊക്കെ തമാശയായിട്ട് ഭഗവാൻ പറഞ്ഞു തുടങ്ങി. തമാശയായിട്ട് രുക്മിണി ദേവി ആദ്യം കേട്ടിരുന്നു. ക്രമേണ ഭഗവാൻ തന്നെ ഉപേക്ഷിക്കുന്നു എന്നൊരു ഘട്ടം വരുമ്പോഴേക്കും, ഒരു തോന്നലുണ്ടാവുമ്പോഴേക്കും, കാറ്റത്ത് വാഴയൊക്കെ ഒലഞ്ഞു വീഴുന്ന പോലെ, കടപുഴകി താഴത്ത് വീഴുന്ന പോലെ, രംഭേവ വായുവിഹത, രുക്മിണി ദേവി തല ചുറ്റി താഴത്ത് വീണു. പക്ഷെ താഴത്ത് എത്താൻ ഭഗവാൻ സമ്മതിച്ചില്ല. താമുത്ഥാപ്യ ചതുർഭുജ, 4 കൈകളെ കൊണ്ട് ഭഗവാൻ വാരിയെടുക്കുന്നു. ഭക്തന്മാർക്ക് ഓരോ അനുഭവങ്ങൾ ഭഗവാൻ കൊടുക്കാറുണ്ട്. ഭഗവാന്റെ വിഭൂതി അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടായി ഉയർന്നുയർന്നു വരുന്നവർക്ക് ചെറിയ അഹങ്കാരത്തിൻ്റെ മദം വരുമ്പോൾ അവരുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ അനുഭവങ്ങൾ കൊടുക്കും ഭഗവാൻ. ആ അനുഭവങ്ങളിലൂടെ അവർ തലചുറ്റി താഴ്ത്ത് വീഴാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും താമുത്ഥാപ്യ ചതുർഭുജ, 4 കൈകളെ കൊണ്ട് വാരിയെടുത്തു. പല പുരാണങ്ങളിലും പറയും കൃഷ്ണാവതാരത്തിൽ ഭഗവാന് 2 കൈയേ ഉള്ളൂ, ബാക്കിയുള്ള അവതാരം പോലെയല്ല, സാധാരണക്കാരൻ്റെ പോലെയാണ് എന്നൊക്കെ എവിടെ പറഞ്ഞാലും വേണ്ടില്ല. ആവശ്യം വന്നാൽ ഭഗവാൻ 4 അല്ല എത്ര കൈകൾ ഇവിടെ ഉണ്ടാവും. എന്താ ഭഗവാന്റെ ആവശ്യം? ഭക്തന്മാർ ദുഃഖത്തിൽ നിന്ന് വാരിയെടുക്കലാണ് ഭഗവാന്റെ അത്യാവശ്യം. അങ്ങനെ ഇതാ വാരിയെടുത്ത് രുക്മിണി ദേവി ആശ്വസിപ്പിക്കുന്നു.
അപ്പോഴേക്കും രുക്മിണി ദേവിയുടെ മുടി കെട്ടഴിഞ്ഞ് വീണിട്ടുണ്ട്, വസ്ത്രം അഴിഞ്ഞു പോകുന്നുണ്ട്, അതൊക്കെ നേരെയാക്കി മുടി കെട്ടിവെച്ച് കൊടുക്കുന്നു, ഗാഠഗാഠം ആലിംഗനം ചെയ്യുന്നു, മടിയിൽ വാരി എടുത്തുകൊണ്ട് കണ്ണീര് തുടയ്ക്കുന്നു. എന്താ രുക്മിണി ദേവി ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവും? മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ തമാശയായിട്ടൊരു കാര്യം പറയുമ്പോഴേക്കും ഇങ്ങനെ തളർന്ന് വീഴേ, പേടിച്ച് വീഴേ, ഇത്ര ഭീരുവായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? രുക്മിണി ദേവി ഇവിടെ വന്നിട്ട് ഇതുവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ രുക്മിണി ദേവിയുടെ ദേഷ്യപ്പെട്ടുള്ള മുഖം കാണാനായിട്ട് മോഹിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയത്. എനിക്ക് തോന്നുന്നുണ്ട് രുക്മിണി ദേവി ദേഷ്യപ്പെട്ട് കണ്ണുരുട്ടി പല്ല് കടിച്ച് മുഖങ്ങനെ ചുവന്ന് തുടുത്ത് കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടാവുമെന്ന് തോന്നി. അതൊന്ന് കാണാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അതെനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭഗവാൻ തന്നെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ഭയം ഉപേക്ഷിച്ചത് രുക്മിണി ദേവി. അതോട് കൂടിയിട്ട് എന്നെ ഉപേക്ഷിക്കുന്നത് കാണണമല്ലോ എന്നുള്ള ഭാവത്തിൽ രണ്ട് വർത്തമാനം പറയുകയാണ് രുക്മിണി ദേവി. പക്ഷെ ഭാഗവതത്തിൽ ആ വാക്കുകൾ ഭാഗവത സാരം എന്നൊക്കെ പറയാവുന്ന വാക്കുകളാണ്. അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് കാണണമല്ലോ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ തൻ്റെ ദോഷമായിട്ട് പറഞ്ഞ 16 കാര്യങ്ങൾ ഭഗവാന്റെ ഗുണമായിട്ട് രുക്മിണി ദേവി വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനത്തിലൂടെ ആരാണ് കൃഷ്ണൻ എന്ന് നമ്മളും മനസ്സിലാക്കണമെന്ന്, ആരാണ് ഭഗവാൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ പാകത്തിനാണ് ആ വാചകങ്ങളൊക്കെ. സാധാരണ ഏതോ പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന ഒരു ഇടയച്ചക്കൻ മാത്രമായിട്ട് കൃഷ്ണനെ കാണണ്ടെന്ന് എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലാണ് രുക്മിണി ദേവിയുടെ പ്രസംഗം ഉണ്ടായത്. ജന്മമില്ലാത്ത കർമ്മമില്ലാത്ത ഭഗവാൻ എന്ത് കുലാണ്? അപ്പോൾ കുലത്തിൻ്റെ ശപിക്കപ്പെട്ട കുലം എന്നൊക്കെ പറഞ്ഞാൽ യയാതി മഹാരാജാവിനാൽ ശപിക്കപ്പെട്ട കുലം പോലും ഭഗവാൻ അവതരിച്ചതുകൊണ്ട് അത് ദിവ്യമായി തീർന്നു. അതുകൊണ്ട് ആ യദുവർവംശം നരശ്രുത്വ സർവപാപൈ പ്രമുച്യതേ. യദുവംശത്തിലെ രാജാക്കന്മാരുടെ പേര് കേട്ടാൽ തന്നെ സകല പാപങ്ങളും നശിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഗോപിമാർ പാടിയത് ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി എന്നൊക്കെ ഗോപിമാർ പാടി. ഈ കുറച്ചു കാലം ഈ വൃന്ദാവനത്തിൽ വന്ന് ഭഗവാൻ താമസിച്ചതുകൊണ്ട് ഇത് ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നിരിക്കുന്നു എന്നൊക്കെ. ശീലം വെറും വെണ്ണയും പാലുമല്ല ഭഗവാൻ മോഷ്ടിച്ചത്. വെറും വെണ്ണയും പാലൊക്കെ മോഷ്ടിച്ചുവെങ്കിൽ ആ മോഷ്ടാവിനോട് ദേഷ്യം ഉണ്ടാവില്ലേ വേണ്ടത്? ഗോപീനാം പരമാനന്ദോ ആസീൽ ഗോവിന്ദ ദർശനേ ക്ഷണം യുഗശതമിവ. വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ച് ഉപദ്രവിച്ചതായിട്ടുള്ള കള്ളനോട് ഗോപിമാർക്ക് എന്തെന്നില്ലാത്ത പ്രേമം. കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകുന്നത് അറിയുന്നില്ല. എന്തൊക്കെ വികൃതി കാണിച്ചാലും കൃഷ്ണനെ കാണാത്ത സമയത്ത്, കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ക്ഷണം യുഗശതമിവ, ഓരോ നിമിഷങ്ങളും യുഗശതങ്ങളെ പോലെയാണ് തള്ളി നീക്കുന്നത് ഗോപിമാര്. വെറും വെണ്ണയും പാലല്ല ഭഗവാൻ മോഷ്ടിച്ചത്, ഹൃദയം അഭിമുഷിത്വ, അവൻ്റെ ഹൃദയമാണ് മോഷ്ടിച്ച് ഹർഷസിന്ധൂൻ, പരമാനന്ദത്തിലാണ് മുക്കിയെന്നാണ്. അവരെ ആനന്ദിപ്പിക്കുകയാണ് ചെയ്തത് മോഷണത്തിലൂടെയൊക്കെ. ഹൃദയത്തെ മോഷ്ടിച്ചു ഭഗവാൻ. ചാരുണ ചോരണേന, മനോഹരമായ മോഷണത്തിലൂടെ ഭക്തന്മാരുടെ ഹൃദയത്തെയാണ് ഭഗവാൻ മോഷ്ടിച്ചത്. പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിച്ചു എന്നൊക്കെ പറയും. സാധാരണ പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിച്ചതല്ല ഭഗവാൻ, ദേഹാഭിമാനമാകുന്ന വസ്ത്രത്തെയാണ് മോഷ്ടിച്ച് ഗോപിമാരെ ഏറ്റവും പരിശുദ്ധകളാക്കി മാറ്റി, പ്രശാന്തകളാക്കി മാറ്റി. രുക്മിണി ദേവിയെ മോഷ്ടിച്ചു എന്നാണ്. ഇത് സാധാരണ ഒരു പെൺകുട്ടിയെ മോഷ്ടിക്കുന്ന കഥയല്ല. ജീവനാം വൈദർഭി, ജീവനാകുന്ന രുക്മിണിയെയാണ് മോഷ്ടിച്ചത്. ജീവനാകുന്ന രുക്മിണിയെയാണ് സ്വന്തമാക്കിയത്. ആ ജീവൻ്റെ ആഗ്രഹപ്രകാരം വഴിയിൽ പോകുന്നവരൊന്നും ഭഗവാൻ സ്വന്തമാക്കാറില്ല. ആ ജീവൻ്റെ, ആ രുക്മിണിയുടെ താല്പര്യപ്രകാരം ജീവനാകുന്ന വൈദർഭിയാണ് ഭഗവാൻ സ്വന്തമാക്കി തീർത്തത്. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ഭഗവാൻ തൻ്റെ ദോഷമായിട്ട് പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഗുണമായിട്ട് വ്യാഖ്യാനിച്ചു. രാജാക്കന്മാരെ പേടിച്ച് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒളിച്ചു താമസിക്കുന്ന ആളാണ് ഭഗവാൻ എന്ന്. തീർച്ചയായിട്ടും എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളാകുന്ന രാജാക്കന്മാർക്ക് പിടികിട്ടാത്ത രീതിയിൽ ഹൃദയമാകുന്ന സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ആളാണ് ഭഗവാൻ എന്ന്. ഈ ദ്വാരക എന്നൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ്. ഹൃദയമാകുന്ന സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടാത്ത രീതിയിൽ അന്തര്യാമിയായിട്ട് ജീവിക്കുന്ന ആളാണ് ഭഗവാൻ. പിന്നെ ഭഗവാന് ഒന്നുമില്ല എന്ന്,
ഭഗവാന് സമ്പത്തില്ല, താമസിക്കാൻ സ്ഥലമില്ല, വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞു. ഭഗവാന് ഒന്നുമില്ല, ഭഗവാന്റേതായിട്ടൊന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ ലോകമായിരിക്കുന്നത് തന്നെ ഭഗവാനാണ്. ഈ ലോകമായി നിൽക്കുന്നതും ഭഗവാനാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാന്റേതായിട്ടൊന്നുമില്ല. ഈ ലോകത്തിലെ എന്തിനോടെങ്കിലും ആസക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഭഗവാനെ കിട്ടില്ല. എല്ലാ ആസക്തിയും വിടുമ്പോഴാണ് ഭഗവാനെ സ്വന്തമായി കിട്ടുള്ളൂ എന്നാണ് ബോധിപ്പിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസം, ഭഗവാന് ആകെ 2 അക്ഷരമൊക്കെ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ തമാശയിൽ പറയാറില്ലേ. പണ്ടൊക്കെ അമ്മമാർ ചോദിക്കാറില്ലേ, 4 അക്ഷരം പഠിച്ചുകൂടെ എന്ന്. ഏതാ 4 അക്ഷരം? നാരായണ എന്ന്. നാരായണ എന്നുള്ള അക്ഷരം 4 അക്ഷരം പഠിച്ചാൽ എല്ലാം പഠിച്ച പോലെയാണെന്ന് ഉപനിഷത്ത് മന്ത്രമാണത്. നാരായണനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. നാരായണൻ ആരാണ്? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നുണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടേക്ക് ലയിക്കുന്നുവോ ആ സ്ഥാനമായിട്ടുള്ള നാരായണനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? ഈ ലോകത്തെക്കുറിച്ചാണ്. അതിനപ്പുറത്തൊന്നും പഠിക്കാനില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം പോലും എവിടെ നിന്നുണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടേക്ക് ലയിക്കുന്നുവോ ആ സ്ഥാനമായിട്ടുള്ള ഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് അമ്മമാർ പറയുന്നത് 4 അക്ഷരം പഠിച്ചു കൊടുക്കുന്നത്. 4 അക്ഷരം ആവണം എന്ന് മാത്രം. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്. ആ നാശമില്ലാത്ത 4 അക്ഷരം നാരായണനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. പിന്നെ ഭഗവാന് അധികാരമില്ല, അന്നുമില്ല ഇന്നുമില്ല. ഈ ക്ഷേത്രം ആരുടെ ക്ഷേത്രം? ഈ ക്ഷേത്രം ആരുടെയാണ്? ദേവസ്വം ബോർഡിൻ്റെ അല്ലേ? ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ക്ഷേത്രമുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ക്ഷേത്രമുണ്ട്, ഇനിയിപ്പോൾ NSSന് ക്ഷേത്രം ഉണ്ടാവും, അതുപോലെ ക്ഷേമസഭയ്ക്കും ക്ഷേത്രം ഉണ്ടാവും, SNDPക്കാർക്കും ക്ഷേത്രം, എല്ലാവർക്കും ക്ഷേത്രമുണ്ട്. ആകെ കൂടി ക്ഷേത്രം ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രം. ബാക്കി എല്ലാവർക്കും ക്ഷേത്രമുണ്ട്, ഭഗവാന് മാത്രം ക്ഷേത്രമില്ല. അന്നും അതെ, ഭഗവാൻ അധികാരമൊന്നുമില്ല. ഒരു മൂലക്കേനെ ഇരിക്കുകയുള്ളൂ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. എന്നാൽ ആ വെറുതെ ഇരുന്നാൽ മതി. ആ സാന്നിധ്യം കൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, എല്ലാത്തിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്നും ഇന്നും ഭഗവാൻ ഒരേപോലെ. നമ്മളൊക്കെ വിചാരിക്കും ഒരു പ്രതികരണ ശേഷിയില്ലാതെ ഇങ്ങനെ ഭഗവാൻ ഇരിക്കുകയെന്ന്. പക്ഷേ നമ്മളിലൂടെയൊക്കെ ജീവാത്മസ്വരൂപേണ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ബുദ്ധിപൂർവ്വം തിരിച്ചറിഞ്ഞു രുക്മിണി ദേവി. അതാണ് ഇതിൻ്റെ മിടുക്ക്. ഭഗവാന്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കി ബാക്കി എല്ലാം വലിച്ചെറിഞ്ഞ് ഭഗവാന്റെ അടുത്ത് ഓടി വന്നു. ഇങ്ങനെയൊക്കെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ രുക്മിണി ദേവിയോട് പറയാം ഭഗവാൻ, രുക്മിണി ദേവിയുടെ പ്രേമത്തെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുക? രുക്മിണി ദേവിയുടെ ഈ സ്നേഹത്തിന് പകരമായിട്ട് എനിക്കൊന്നും തരാനില്ല, എന്നിട്ട് എന്തരാന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ സമാധാനിപ്പിക്കുന്ന രംഗം. അന്നത്തെ ഭൂമിയിലെ 2/3 ഭാഗവും രുക്മിക്ക് സ്വന്തമായിരുന്നു. ആ സഹോദരൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നിന്നിരുന്നെങ്കിൽ അതൊക്കെ രുക്മിണി ദേവിക്ക് കിട്ടുമായിരുന്നു, ആ സമ്പത്തൊക്കെ, ആ രാജ്യമൊക്കെ. എന്നിട്ട് ശിശുപാലനെ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഭഗവാന്റെ പിന്നാലെയാണ് അന്ന് രുക്മിണി ദേവി പോയത്. ഭഗവാനാണെങ്കിൽ അധികാരമില്ല, ഒന്നുമില്ല, പ്രത്യക്ഷമായിട്ട് ഭരണമൊന്നുമില്ല. ഉഗ്രസേന മഹാരാജാവിനാണ് ഭരണമുള്ളത്. ആലോചിച്ച് കഴിഞ്ഞാൽ വിഡ്ഢിത്താണോ? നമ്മളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വിഡ്ഢിത്താവും. പക്ഷെ രുക്മിണി ദേവി ബുദ്ധിമതിയായതുകൊണ്ട് ഒരധികാരമില്ലെങ്കിലും ആ അധികാരമുള്ളവരെ പോലും പ്രവർത്തിപ്പിക്കുന്ന അധികാരിയാണ് ഭഗവാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭഗവാനെ സ്വന്തമാക്കി തീർത്തത്. ഈ രീതിയിലാണ് രുക്മിണി ദേവിയുടെ വ്യാഖ്യാനം ഉണ്ടായത്. അങ്ങനെ എല്ലാം വിട്ട് എൻ്റെ അടുത്ത് ഓടി വന്ന രുക്മിണി ദേവി ഞാൻ എങ്ങനെ ഉപേക്ഷിക്കാനാണ് എന്നുള്ള ഭാവത്തിൽ രുക്മിണി ദേവിയെ ആശ്വസിപ്പിക്കുന്നു. കൂടുതൽ ആ രുക്മിണി ദേവിയുടെ പ്രേമം ഒന്നുകൂടി മാറ്റുരച്ചു നോക്കി, ഒന്നുകൂടി ഉറപ്പിച്ചു എന്നർത്ഥം. ഇതേപോലെയാണ് ഭക്തന്മാരുടെ ഇടയിൽ ഭഗവാൻ ഓരോ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിക്കാറ്. ഇങ്ങനെ ഭക്തന്മാരുടെ അഹങ്കാരം എന്തെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിൽ മാലിന്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതുകൂടി തുടച്ചു നീക്കിക്കൊണ്ട് അവരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കാറുണ്ട്. പിന്നെ ഭഗവാന്റെ പുത്ര പൗത്ര പരമ്പരയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് നൃഗമോക്ഷം കഥയും അതുപോലെ ബാണയുദ്ധം കഥയും ഒക്കെ വർണ്ണിച്ച് ദ്വിവിധനെ വധിക്കുന്നത്, പൗണ്ഡ്രക വാസുദേവന് മോക്ഷം കൊടുക്കുന്നതൊക്കെ വർണ്ണിച്ച്
നാരദ മഹർഷി തൻ്റെ ദിവ്യമായിട്ടുള്ള പരീക്ഷയ്ക്കായിട്ട് പുറപ്പെടുന്നു. അതായത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ദാമ്പത്യം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് പുറപ്പെട്ടു എന്ന്. ഓരോ ഗൃഹങ്ങളിലും കയറി ഇറങ്ങി. ഭഗവാന്റെ ഗൃഹങ്ങളിലെ ആദ്യം ഇങ്ങനെ നാരദ മഹർഷി കടന്നു ചെല്ലുമ്പോഴേക്കും ഭഗവാൻ സ്വീകരിക്കുന്നു, കാലൊഴിക്കുന്നു, പൂജിക്കുന്നു. പൂജയൊന്നും മുഴുവൻ സ്വീകരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി നാരദ മഹർഷി. അടുത്ത ഗൃഹത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ പോലെ സ്വീകരിക്കാൻ സമയമില്ല. ഉദ്ധവനോടും ഭാര്യയോടും കൂടിയിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നാരദ മഹർഷി അടുത്ത് വന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് എപ്പോഴാണ് വന്നത്? കഥാ യാദവ ഭവാനെത്തി. എപ്പോൾ വന്നു? സ്വീകരിക്കുന്നു. ഇങ്ങനെ തൊട്ടടുത്ത ഗൃഹങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമം എങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് അതുപോലെ ജീവിച്ചുകൊണ്ട് കുട്ടികളെ ലാളിച്ചുകൊണ്ട് രാജ്യകാര്യങ്ങളിൽ ഏർപ്പെട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെയാണ് ഓരോ ഗൃഹങ്ങളിലും കാണുന്നത്. തൊട്ടടുത്ത ഗൃഹങ്ങളാണെങ്കിലും ചിലപ്പോൾ കാലാവസ്ഥയ്ക്ക് പോലും മാറ്റുന്നത്. ഇങ്ങനെയൊക്കെ വൈവിധ്യാത്മകമായ രീതിയിൽ ഭഗവാൻ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് കണ്ട് നാരദ മഹർഷിക്ക് പോലും ബോധം കെട്ടു തുടങ്ങി. അങ്ങനെ ഒന്ന് കണ്ണ് മഞ്ഞളിച്ച സമയത്താണ് ഉണ്ണി വിളിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് നാരദ മഹർഷിയെ. ഭഗവാന്റെ പുത്രനാണ് ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദ മഹർഷി. പേരക്കുട്ടിയുടെ സ്ഥാനമേ ഉള്ളൂ. നാരദ മഹർഷിയെ സ്വീകരിക്കുന്നു. നാരദ മഹർഷി ഈ ഭഗവാന്റെ വൈഭവം, രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതനായിട്ടുള്ള ഉപനിഷത്ത് പ്രതിപാദ്യനായിട്ടുള്ള ആ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ ഒരു വേഷം കെട്ടി വന്നു എന്ന് മാത്രമല്ല, ഇത് 16,108 ഗൃഹങ്ങളിൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഓരോ ഭാര്യമാരിലും 10 വീതം പുത്രന്മാരോട് കൂടിയിട്ട് ഓരോ പുത്രിമാരോട് കൂടിയിട്ട് അവരുടെ മക്കളൊക്കെ ആയിട്ട് എല്ലായിടത്തും ഭഗവാനുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ ശ്രദ്ധ എത്തുന്നുണ്ട്. അതൊരു അധ്യായത്തിലെ നാരദ മഹർഷിയുടെ ആ പരീക്ഷയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കും. കുട്ടികളെ ലാളിക്കേണ്ട കാര്യമായാലും വേണ്ടില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമായാലും വേണ്ടില്ല, അല്ല ഗൃഹത്തിലെല്ലാവരും കൂട്ടിയിരുന്ന് പുരാണ പാരായണം, ആരെങ്കിലും ഏതൊരു മഹാത്മാവ് വന്ന് പുരാണം പാരായണം ചെയ്യുന്നു, അത് കേൾക്കേണ്ട കാര്യമായാലും വേണ്ടില്ല. എല്ലാ ലൗകികം എന്ന് വേണ്ട, ആധ്യാത്മികം എന്ന് വേണ്ട, ദൈവികം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ നിരതനായിട്ട് ഉള്ള ഭഗവാന്റെ ദിവ്യലീല. എന്തിനു വേണ്ടിയിട്ട് ഭഗവാൻ ഈ അഭിനയം നടത്തിക്കൊണ്ടിരിക്കുന്നു? ലോകശ്രേയസ്സിന് വേണ്ടിയിട്ട്, ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ദിവ്യലീല സാധാരണക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അങ്ങനെ ഭഗവാനെ ആശ്രയിക്കണ്ടേ? എന്നാലല്ലേ അവർക്ക് ദുഃഖത്തിൽ നിന്ന് കരകയറാൻ കഴിയുള്ളൂ. ഇത് സാധാരണക്കാർക്കും ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചു നാരദ മഹർഷി. അങ്ങനെയാണ് ധർമ്മപുത്ര മഹാരാജാവിനോട് പറഞ്ഞത് ഈ കാര്യം പോയിട്ട്. അദ്ദേഹത്തിന് ഈ ആഗ്രഹം തന്നെ ഉണ്ടായി, സാധാരണക്കാർക്കും ഈ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. അതിനെന്താ ഒരു വഴി എന്നാലോചിച്ചപ്പോഴാണ് ഒരു യാഗം നടത്തുക, രാജസൂയം എന്നിവരായിട്ടുള്ള ദിവ്യയാഗം നടത്തുക. ആ യാഗം നടത്തണമെങ്കിൽ ലോകത്തെ മുഴുവൻ ജയിക്കണം. നല്ല ചക്രവർത്തിക്ക് മാത്രമേ ആ യാഗം നടത്താനുള്ള യോഗ്യതയുള്ളൂ, ക്ഷത്രിയന്മാർക്ക് മാത്രമേ യാഗം നടത്താനുള്ള യോഗ്യതയുള്ളൂ. അപ്പോൾ സകല രാജാക്കന്മാരെ ജയിച്ച് മേൽക്കോയ്മ നേടിയിട്ട് വേണം യാഗം നടത്താൻ. അപ്പം അങ്ങനെ ലോകം മുഴുവൻ അടക്കി കഴിഞ്ഞിട്ട് യാഗം നടത്തുമ്പോൾ ലോകരെല്ലാവരും ഇതിന് വരും. ഒരു കഴിവില്ലാത്ത നമ്മളെപ്പോലുള്ളവർ യാഗം നടത്തി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കൊക്കെ ബോധ്യമായി തീരും. നമ്മൾ യാഗം നടത്തിയാൽ വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും നമ്മൾ യാഗം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്തവത്സലനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഓടി വന്ന് ആ യാഗം ഭംഗിയാക്കി തരും. അപ്പോൾ യാഗം വിജയിക്കും. ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും ഈ പാണ്ഡവന്മാർ യാഗം നടത്തിയിട്ട് വിജയിച്ചത് എന്തുകൊണ്ടാണ്? കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട്. ഇത്രയും ഗംഭീരമായിട്ടുള്ള യാഗം നടത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട്. ഇത് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങും. അങ്ങനെ 4 ആൾ കൂടുതൽ ഭഗവാനെ ഭജിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, ഭഗവാന്റെ മഹത്വം ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് രാജസൂയം നടത്താനായിട്ട് തീരുമാനിച്ചു. അതിനിപ്പോൾ ആദ്യം എന്താ വേണ്ടത്? കൃഷ്ണനെ ക്ഷണിക്കണം, ബാക്കിയൊക്കെ പിന്നെ. അതിനായിട്ട് നാരദ മഹർഷി തന്നെ ഏൽപ്പിച്ചു. യാഗം തീരുമാനിക്കലും ക്ഷണിക്കലും ഒക്കെ ആദ്യം കഴിഞ്ഞു. ഒരു ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു. നാരദ മഹർഷി ക്ഷണിക്കാനായിട്ട് പുറപ്പെടുന്നു. അപ്പോഴേക്കും പിന്നെ ഭഗവാന്റെ ഒരു ദിവസത്തെ ദിനചര്യയാണ്. ബ്രാഹ്മേ മുഹൂർത്ത ഉത്ഥായ വാര്യുപസ്പൃശ്യ മാധവ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഭഗവാൻ എണീക്കും. കൃത്യമായിട്ട് അലാറൊക്കെ വെച്ച് കിടത്തുണ്ടാവും. അലാറം അടിച്ച് അപ്പം എണീക്കും. ഏതാ ഭഗവാന്റെ അലാറം? കുക്കുടാൻ കൂജത. ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കുമ്പോഴേക്കും കോഴികൾ കൂവും. ആ കോഴികളുടെ കൂല് കേട്ട അപ്പം ഭഗവാൻ എണീക്കും. കൃത്യസമയത്താണ് കോഴികൾ കൂവാറ്.
കോഴികൾ കൂവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ ഞെട്ടി ഉണരുന്നു. അപ്പോഴേക്കും ഭഗവാന്റെ പത്നിമാർക്ക് വിരഹവേദനയായി. ഈ കോഴികൾ കൂവുന്നത് കൊണ്ടാണല്ലോ പ്രഭാതാവുന്നത്. പ്രഭാതാവുന്നത് കൊണ്ടാണല്ലോ ഭഗവാൻ എണീറ്റ് പോകുന്നത്. അങ്ങനെ എണീറ്റ് പോകുന്നത് കൊണ്ടാണല്ലോ നമുക്ക് വിരഹം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭഗവാൻ എണീറ്റ് പോകാതിരിക്കാൻ പ്രഭാതമാവാതിരുന്നാൽ മതി. പ്രഭാതം ഉണ്ടാവാതിരിക്കാൻ എന്താ വഴി? കോഴികൾ കൂവാതിരുന്നാൽ മതി. കോഴികൾ കൂവാതിരിക്കാൻ എന്താ വഴി? കോഴികളൊക്കെ നശിപ്പോട്ടെ എന്ന് കോഴികളെ ശപിക്കുത്രേ ഭഗവത് പത്നിമാര്. അതുകൊണ്ടാ തോന്നുന്നു പിന്നെ കോഴികൾക്കൊക്കെ ആയുസ് കുറഞ്ഞു. 65 അല്ലെങ്കിൽ അങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ പിന്നെ കോഴികൾക്ക് ആയുസ്സെന്ന്. ഇതിപ്പോൾ ഈ ഭഗവത് പത്നിമാർക്ക് അത്രയും ബുദ്ധിയില്ലാത്തവരാണോ എന്നൊന്നും ആലോചിക്കണ്ട. ഇത് ഭാഗവതത്തിന് ആലങ്കാരികമായിട്ട് ഇങ്ങനെ ഒരു പ്രയോഗം. ഭഗവാൻ എണീറ്റ് പോകുമ്പോഴും മക്കൾക്ക് കുട്ടികളുണ്ടായാലും ഭാര്യമാരുടെയൊക്കെ കഴുത്തിൽ ഭഗവാന്റെ കൈ ഉണ്ടാവും. അത്രയും പ്രിയതമങ്ങളായിട്ടാണ് അവരെയൊക്കെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഹൃദ്യമായിട്ടുള്ള ദാമ്പത്യമാണ് ഇപ്പോഴും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. പിന്നെ ആദ്യം തന്നെ തമസ്സിന് പരമമായിട്ടുള്ള ആത്മസ്വരൂപത്തെ ധ്യാനിക്കും. അത് കഴിഞ്ഞ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന മഹാത്മാക്കളെയൊക്കെ അല്ലെങ്കിൽ ഗൃഹത്തിലെ കൊട്ടാരത്തിൽ വന്ന എല്ലാവരെയും പൂജിക്കും. വേണ്ട രീതിയിൽ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവർ സ്വീകരിക്കുന്നു, പൂജിക്കുന്നു. തൻ്റെ വിഗ്രഹമൊക്കെ നന്നായിട്ട് അലങ്കരിക്കും. എത്രയോ ഭക്തന്മാർക്ക് കാണാനുള്ള വിഗ്രഹമല്ലേ. ആത്മാനം ഭൂഷയാമാസ നന്നായിട്ട് അലങ്കരിച്ച് സഭയിലേക്കുള്ള യാത്രയാണ്. ദാരുകൻ തേരുമായിട്ട് വന്നിട്ടുണ്ട്. 16,108 ഗൃഹങ്ങളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദാരുകൻ ഒന്നേ ഉള്ളൂ. ദാരുകൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഒരു ഡ്രൈവറാന്നുള്ള വിചാരമൊന്നുമില്ല. കൈയൊക്കെ പിടിച്ച് കുലുക്കിക്കൊണ്ട്, കൈ പിടിച്ച് കുലുക്കുന്നതിനാണല്ലോ ഷേക്കറ്റ് കൊടുക്കാന്നൊക്കെ പറയാം, ഷേക്ക് ഹാൻഡ്. പുറത്ത് തട്ടി ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിക്കൊണ്ട് സഭയിലേക്കുള്ള യാത്രയാണ്. സഭയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് ഭാഗത്തും ആ ഭഗവാന്റെ യാത്ര ഏത് വഴിക്കാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രണ്ട് ഭാഗത്തും തിക്കിത്തിരക്കി ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അവർക്ക് പലതരത്തിലുള്ള ആവലാതികളുണ്ടാവും. ചിലർക്ക് ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി, ആ ഒരു ദർശനം മാത്രമേ പലരും ആഗ്രഹിക്കുന്നുള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, രണ്ട് വർത്തമാനം പറയണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം. ചിലർക്ക് അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എഴുത്ത് എഴുതി ഒരു നിവേദനം കൊടുക്കാനുണ്ട്. അവരെങ്ങനെയാണോ ആഗ്രഹിച്ചത് അതാതിനനുസരിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ സഭയിലേക്ക് പോകുക. സഭയിലെത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇരിക്കാനുള്ള പ്രത്യേക സ്ഥാനമുണ്ട്. ആ സഭയിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖമുണ്ടോ എന്ന് ചോദിക്കുന്നു. പുരാണപാരായണം, മഹാത്മാക്കളുടെ കഥകളൊക്കെ പറയുന്നു. എന്തെങ്കിലും ദുഃഖമുണ്ടോ ചോദിക്കുമ്പോൾ ആർക്കും ദുഃഖം ഉണ്ടാവാറില്ല. ആനന്ദമൂർത്തിയായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ദുഃഖം ഉണ്ടാവുക? പക്ഷെ അന്ന് ആഗത അപൂർവ ദർശന, മുമ്പ് ഒരിക്കലും കാണാത്ത ഒരാളവിടെ വന്നു, ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അന്വേഷിച്ചപ്പോഴാണ് ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ ദൂതനാണ്. ഒരു ചെറിയ ജയിലിൻ്റെ ഉള്ളിൽ പല ദിക്കുന്നും രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിട്ടിരിക്കുകയാണ് ജരാസന്ധൻ. ഒരു 20,000-ൽ കൂടുതൽ രാജാക്കന്മാരുണ്ട്. കുറച്ചുകൂടി രാജാക്കന്മാരായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഭൈരവന് ബലി കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. നരകയാതനയാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായിട്ട് വെള്ളമില്ല, കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല, വസ്ത്രമില്ല, മലിനമായിട്ടുള്ള വസ്ത്രങ്ങളോട് കൂടിയിട്ട് ഭക്ഷണമില്ലാതെ നരകയാതന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് രാജാക്കന്മാർ. അവരൊക്കെ കൂടിയിട്ട് ഒരു ദൂതനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക്. ആ ദൂതനാണ് വന്നിരിക്കുന്നത്, നിന്നാ ഉടനെ രക്ഷിക്കാനായിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടാറാവുമ്പോഴേക്കും കിഴക്ക് സൂര്യോദയം എന്ന പോലെ നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാരദ മഹർഷിയെ ഭഗവാൻ വീണ് നമസ്കരിച്ചപ്പോൾ എല്ലാവരും വീണ് നമസ്കരിച്ചു. എല്ലാവരും വീണ് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമസ്കരിച്ചത്. യോഗേശ്വരനായിട്ടുള്ള ഭഗവാന് നാരദ മഹർഷി നമസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ മഹാത്മാവിനെ താൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമസ്കരിക്കുന്നറിയാം, അതിനു വേണ്ടിയിട്ട് നമസ്കരിച്ചു. നാരദ മഹർഷിയും പറഞ്ഞു, ഞാനൊരു ദൂതനായിട്ട് വന്നിരിക്കുകയാണ്. ആരുടെ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്? ധർമ്മപുത്ര മഹാരാജാവ് ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു, അതിന് ക്ഷണിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ തന്നെ, ഇപ്പം എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്? യാഗത്തിന് പോകണോ
അതോ പാണ്ഡവന്മാരുടെ അടുത്ത് പോകണോ, അതോ ജരാസന്ധനെ നിഗ്രഹിക്കാനായിട്ട് രാജാക്കന്മാരെ രക്ഷിക്കാനായിട്ട് പോകണോ? ഇപ്പോൾ ഒരു വിഭാഗക്കാർ പറഞ്ഞു ആദ്യം വന്ന ആളുടെ അടുത്ത് പോകണം. അപ്പോഴേക്കും മറ്റേ വിഭാഗക്കാർ പറഞ്ഞു ആദ്യം വന്നതല്ല നോക്കേണ്ടത്, കാര്യം എന്താണെന്ന് നോക്കേണ്ടത്, യാഗം സൽക്കർമ്മങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ. രണ്ട് പക്ഷമായി. ഭഗവാൻ പതുക്കെ ഉദ്ധവൻ്റെ നേരെ നോക്കുകയാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവൻ പറഞ്ഞു അവിടുത്തേക്ക് എല്ലാം അറിയാം, എന്നാലും ആദ്യം പോകേണ്ടത് യാഗത്തിനാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങക്ക് എല്ലാം അറിയാമെങ്കിലും എന്നെപ്പോലുള്ളവർക്ക് അത്യാവശ്യം വർത്തമാനം പറയാനുള്ള കഴിവുണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഭഗവാന് രണ്ട് പേരുണ്ട്, മാനദ, മാന്യ. ആരെയാണ് മാന്യം എന്ന് വിളിക്കുക? മറ്റുള്ളവർക്ക് മാനത്തെ നൽകുന്നവനെയാണ് മാന്യം എന്ന് വിളിക്കുക. ആ വാക്കുകളേക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഉദ്ധവനെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്നത് അർത്ഥം. അപ്പോൾ യാഗത്തിന് പോവുക തന്നെയാണ് ആദ്യം വേണ്ടത്. യാഗത്തിൻ്റെ പൂർവാർത്ഥമായിട്ട് ദിഗ്വിജയം വേണം. ആ ദിഗ്വിജയത്തിൻ്റെ ഭാഗത്തിൽ ജരാസന്ധനെയും നിഗ്രഹിക്കാൻ എളുപ്പമുണ്ടാവും. ജരാസന്ധനെ എങ്ങനെയാണ് നിഗ്രഹിക്കേണ്ടത് അതും ഉദ്ധവനോടെ പ്രഖ്യാപിച്ചു. നേരിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ 17-18 കൊല്ലം വരെ വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകും ജരാസന്ധൻ. അപ്പം യാഗം നടക്കില്ല. അതിനേക്കാളും എളുപ്പം ജരാസന്ധൻ്റെ അടുത്ത് ബ്രാഹ്മണ വേഷം കെട്ടിച്ചില്ല. ജരാസന്ധൻ ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണ വേഷം കെട്ടിച്ചെന്ന് കഴിഞ്ഞാൽ എന്തും ദാനം ചെയ്യും. ബ്രാഹ്മണ വേഷം കെട്ടിച്ചെന്ന് ദാനം വാങ്ങാം. എന്താ ദാനം വാങ്ങേണ്ടത്? യുദ്ധം, ദ്വന്ദ്വയുദ്ധം ദാനം വാങ്ങാം. ദ്വന്ദ്വയുദ്ധമാണെങ്കിൽ മറ്റുള്ള ഭടന്മാരെ ഒന്നും യുദ്ധത്തിൽ പെടുത്തണ്ട, രണ്ടുപേര് യുദ്ധം ചെയ്താൽ മതി. ജരാസന്ധനോട് യുദ്ധത്തിന് പറ്റിയ ആൾ ഭീമസേനനാണ്. അവിടെ പോയിട്ട് ബ്രാഹ്മണ വേഷം കെട്ടി യുദ്ധം യാചിച്ചു വാങ്ങി ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമസേനന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജരാസന്ധനെ വധിക്കാനായിട്ട് കഴിയും എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു ഉദ്ധവൻ. ഇതാണ് ഉദ്ധവന് വേണ്ട കാര്യങ്ങളൊക്കെ പറയാറിയാം എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവനെ ബഹുമാനിച്ചുകൊണ്ട് ആ സഭ പിരിച്ചുവിടുകയാണ്. എല്ലാവരും യാഗത്തിന് പോവുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ടെങ്കിൽ അവിടെ വെച്ച് ചിന്തിക്കാം. സഭ പിരിച്ചുവിടാനായിട്ട് ഉടനെ തീരുമാനിച്ചു. സഭ പിരിച്ചുവിട്ടു. ദ്വാരക മുഴുവൻ യാഗത്തിനാണ് പുറപ്പെട്ടു. ദ്വാരകയിൽ രക്ഷകന്മാരായിട്ടൊരു 3-4 പേരെ ഏർപ്പാട് ചെയ്ത്, അതിന് കാവലിനായിട്ട് 2-3 പേരൊക്കെ ഏർപ്പാട് ചെയ്ത് എല്ലാവരും ദ്വാരകനെ അടച്ചുപൂട്ടി പാണ്ഡവന്മാരുടെ യാഗത്തിലേക്ക്. ആ വരവ് കണ്ട് പാണ്ഡവന്മാരും പാഞ്ചാലി ദേവിയും കുന്തി ദേവിയും ഒക്കെ പൊരുത്തരിച്ചുപോയി. യാഗം വേണമെന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഭഗവാൻ സകുടുംബം സപരിവാരം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനൊക്കെ ഓരോ ഗൃഹത്തിൽ പോയിട്ട് പറഞ്ഞു എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. അതെന്താ? ഇവിടുന്ന് വേഗം ഓരോ ഗൃഹത്തിലും പോയിട്ട് പറയുകയാണ്, ഞാനും പോവാട്ടോ. ഇങ്ങോട്ട് പാണ്ഡവന്മാരുടെ അടുത്തേക്ക് ഒന്ന് പോകണം. എന്താ അവിടെ? ഒരു യാഗമുണ്ട്. ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് കാണാം. യാഗം തുടങ്ങിയാൽ 1.5 കൊല്ലം വേണം. 18 മാസം കഴിഞ്ഞ് കാണാമെന്ന്. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ 1.5 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ എടുത്ത് പോരാൻ തയ്യാറുണ്ടെങ്കിൽ വന്നാൽ മതി. അവിടെ പോയിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ശരി എന്ന് പറഞ്ഞുകൊണ്ട് 1.5 കൊല്ലത്തേക്ക് വേണ്ട വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എല്ലാം എടുത്തുകൊണ്ടാണ് 16,108 പത്നിമാരും അവരുടെ 10 വീതം പുത്രന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും അവരുടെ മക്കളും എന്ന് വേണ്ട സകലരും പുറപ്പെട്ടത്. വലിയൊരു ഘോഷയാത്ര പോലെയാണ്. ഈ തിരക്ക് കണ്ടപ്പോഴാണ് ചിലരൊക്കെ പറഞ്ഞു, ഈ തിരക്ക് കഴിഞ്ഞിട്ട് അവസാനം പുറപ്പെടാം. അവർക്ക് പുറപ്പെടാൻ പറ്റിയില്ല 1.5 കൊല്ലം കഴിഞ്ഞിട്ടും. അതുപോലെ ആ ഭഗവാന്റെ കുടുംബം പാണ്ഡവന്മാരെ അനുഗ്രഹിക്കാനായിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. 16,108 ലക്ഷ്മിമാർ അവിടെ എത്തി. ഭംഗിയായിട്ട് എല്ലാവരും ഇതാ കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കുന്നുണ്ട്, കുടുംബങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 മാസം അവിടെ അങ്ങനെ താമസിച്ചു. ഇത്ര യാഗത്തെക്കുറിച്ച് മിണ്ടിയില്ല. 3 മാസം കഴിഞ്ഞിട്ട് യാഗത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. 18 മാസമാണ് യാഗം തുടങ്ങിയേ വേണ്ടത്. 3 മാസം അതിന് മുമ്പ് കഴിഞ്ഞു. അപ്പോൾ യാഗം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഭഗവാൻ പോയിരുന്നുള്ളൂ. 2 കൊല്ലം അവിടെ താമസിച്ച പോലെയാണ് പാണ്ഡവന്മാരുടെ അടുത്ത്. 3 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ധർമ്മപുത്ര മഹാരാജാവ് സഭയിൽ വെച്ച് പറയാണ്, ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനീ. ഭഗവാനെ അവിടുത്തെ രാജസൂയം കൊണ്ട് പൂജിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെന്താ വിഷമം? 4 അനുജന്മാരെ 4 ദിക്കിലേക്ക് അയക്കൂ, ലോകത്തെ ജയിക്കട്ടെ.
എന്നിങ്ങനെ 4 അനുജന്മാരും 4 ദിക്കിലേക്ക് പോയി ലോകത്തെ മുഴുവൻ ജയിച്ചു വന്നു. ദ്വാരകയിലേക്ക് പോകണ്ടെന്ന് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദ്വാരകയുടെ കപ്പ് ഞാൻ തരാം. ജഗദീശ്വരനായ ഭഗവാൻ വന്ന് വീട് നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ജയിക്കാൻ വല്ല വിഷമമുണ്ടോ? ഈ യാഗം തുടങ്ങാറായപ്പോഴേ ഒരുപാട് സമ്പത്ത് ആവശ്യമുണ്ട്. ഇത് എവിടുന്ന് കിട്ടും അഡ്വാൻസായിട്ട് എന്നൊരു ചോദ്യം വന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, സമ്പത്തിൻ്റെ അധിപനായിട്ടുള്ള ധനധനെ കുബേരനെ കാണാം. കുബേരൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ലോൺ കിട്ടാണ്ടോ ചോദിച്ചു. കുബേരൻ പറഞ്ഞു തരാം, പക്ഷേ നിങ്ങളെ വാങ്ങുന്ന സമയത്ത് എത്രത്തോളം സന്തോഷമുണ്ടോ അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് തിരിച്ചു തരണം, എന്നാ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട പറഞ്ഞു. ഇങ്ങോട്ട് കിട്ടുമ്പോൾ സന്തോഷമൊന്നും കൊടുക്കുമ്പോൾ ഇല്ല, അതുകൊണ്ട് വേണ്ട എന്ന് ഉറപ്പിച്ചു. പിന്നെ എവിടുന്നാ പണം ഉണ്ടാക്കിയത്? അതിതാ ഈ യുദ്ധം ചെയ്തിട്ടും പലരും യുദ്ധം ചെയ്യാതെ കൊടുത്തതും അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ സമ്പാദിച്ചത് അതേ വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നു. സ്വമേധയാ ഒഴുകി വന്നൊരു സമ്പത്തുണ്ട്, അത് ഭഗവാനാകുന്ന സമ്പത്താണ്. അതൊരു കാലത്തും അവർക്ക് നഷ്ടപ്പെടില്ല. അവർ പിടിച്ചെടുത്ത സമ്പത്തൊക്കെ ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടി വരും. നമ്മളും അതെ, നമ്മളിവിടെ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ ഒരു ദിവസം പോകേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് ഒഴുകി വരുന്ന സമ്പത്തുണ്ട്, അത് ഭഗവാനാണ്. ആ ഭഗവാനാകുന്ന സമ്പത്ത് കൈപ്പറ്റിയെങ്കിൽ ഒരു കാലത്തും നഷ്ടപ്പെടാത്തതാണ്. പാണ്ഡവന്മാർക്ക് കിട്ടിയതുപോലെ പൂർവ്വ ഭാഗ്യമായിട്ടുള്ള ദിഗ്വിജയൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഒരാളെ ജയിക്കാൻ ബാക്കിയുണ്ട്. ആരെയാണ്? ജരാസന്ധനെ ജയിച്ചിട്ടില്ല. വേഗം ഭഗവാൻ അർജുനനെ വിളിച്ചു, ഭീമസേനെ വിളിച്ചു. 3 പേരും കൂടിയിട്ട് പുറപ്പെടുകയാണ്. കാലത്ത് കുളി ഉണ്ടായോ? സംശയം. കുളി കുറച്ച് കുറഞ്ഞാലും കുറി ധാരാളമായിക്കോട്ടെ. ബ്രാഹ്മണ വേഷം കെട്ടി ധാരാളം കുറിയൊക്കെ തൊട്ട് പുറപ്പെട്ടു. അപ്പോഴേക്കും ആരോ ചോദിച്ചു, എന്താ നിങ്ങൾ 3 പേരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? 3 പേരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പറയുന്ന പോലെ സപ്താഹത്തിന് മിക്കവാറും 3 പേരായിട്ടാണ് പോകാറ്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതുവരെ, ഒരു കുഴപ്പമില്ല എന്ന ഭാവത്തിൽ പുറപ്പെട്ടു. കഷ്ടിച്ച് ജരാസന്ധൻ്റെ ഗോപുരത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ആ കാവൽക്കാരൻ വിളിച്ചുകൊണ്ട് വേണം വരൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് അന്നശാലയിലേക്ക്. മഹാബ്രാഹ്മണന് വന്ന ആദ്യം ഭക്ഷണം കൊടുക്കുക, പിന്നെ ബാക്കിയുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നത്, കള്ളവേഷം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും അടി വന്നാൽ ഓടാനായിട്ട് പാകത്തിനാണ് ഭീമസേനും അർജുനും പിന്നില്ല. മുമ്പിൽ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, അതേ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരല്ല, ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല ഞങ്ങൾക്ക് രാജാവിനെ കണ്ട് ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട്, എന്നിട്ട് മതി ഭക്ഷണം എന്ന്. ഇത് കേട്ടപ്പോൾ ആ കാവൽക്കാരന് പോലെ അത്ഭുതമായി. ഇങ്ങനെ ഉണ്ടാവും ബ്രാഹ്മണര്? ഭക്ഷണമായോ? അപ്പം നിർത്തുക, അല്ലാതെ വേറെ മാനദണ്ഡമൊന്നുമില്ല. ഇതിപ്പോൾ കാര്യം സാധിച്ചിട്ട് മതി ഭക്ഷണം എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ജരാസന്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ജരാസന്ധനെ നോക്കി, ഇതൊക്കെ ബ്രാഹ്മണരാണോ? ബ്രാഹ്മണരൊക്കെ അങ്ങനെ നിശ്ചയബുദ്ധി ഉണ്ടാവില്ല. സാത്വികന്മാരായിട്ടുള്ള ആൾക്കാരെയല്ലേ ബ്രാഹ്മണരെന്ന് പറയാം. അവർക്ക് വലിയ നിശ്ചയം അങ്ങനെയുള്ളൂ, ഇങ്ങനെ പോവുള്ളൂ അങ്ങനെയൊന്നും പറയില്ല. ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാളെ ഏതോ ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് അവിടെ തലപ്പാവ് വെച്ചിട്ടൊരാൾ വന്നു. രാജാവിനെ പോലെ ഒരാൾ. എന്താ വേണ്ടി വയ്ക്കാൻ വന്നതാണ്? ഭക്ഷണം എന്താ വേണ്ടി വയ്ക്കാൻ വന്നതാണ്? അപ്പോൾ ഇദ്ദേഹം പറയാം, എന്തായാലും വേണ്ടില്ല. അല്ല തിരുമേനി, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പൈസ കൊടുത്ത് കഴിക്കാൻ പോവുകയാണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, അത് എന്തായാലും വേണ്ടില്ല എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ നിശ്ചയബുദ്ധിയൊന്നും ഉണ്ടാവില്ല എന്ന്. ആ നിശ്ചയദാർഢ്യമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും തന്നെ ഫ്ലെക്സിബിളാവും. നിങ്ങൾ ആരാണ്? ഒന്നുകൂടി ജരാസന്ധൻ നോക്കിയപ്പോഴാണ് ഇവരൊക്കെ ശരീരത്തിൽ നല്ല ബലമുള്ളവരാണ്, ക്ഷത്രിയന്മാരെ പോലെയുള്ളവരാണ്. അവർ കണ്ടു കഴിഞ്ഞാൽ ബ്രാഹ്മണരൊക്കെ എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള കർമ്മങ്ങളേ ഉള്ളൂ. വലിയ അധ്വാനം എന്ന് പറഞ്ഞാൽ പുഷ്പെടുത്തിങ്ങനെ അർച്ചിക്കുക, ഇതാണ് വലിയ അധ്വാനം. ഇതുകൊണ്ട് എത്ര മസിലുണ്ടാവും? നല്ല മസിലൊക്കെ ഉള്ള ആൾക്കാരാ. പിന്നെ നോക്കുമ്പോഴാണ് ചില നല്ല ദഹനക്കാരൊക്കെ ആണെങ്കിൽ മസിലൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മെഷീനുള്ള ദഹനക്കാരല്ല കേട്ടോ. വലിയ പാത്രത്തിൽ പഴമൊക്കെ, നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ ഇട്ട് അത് വെള്ളമൊഴിച്ച് ഇങ്ങനെ വേവിച്ച് അതിങ്ങനെ
എന്താ പറയുക, മിക്സിയിൽ നിന്നിട്ട് അടിക്കാതെ ഇങ്ങനെ വേവിച്ച് കൈ കൊണ്ട് ഇളക്കി തിരിച്ചു മറിച്ച് ഇളക്കി നല്ല കയ്യിൽ നല്ല തഴമ്പൊക്കെ ഉണ്ടാവും. അതുപോലെ നാളികേരമൊക്കെ ചില ലഹണ്ണക്കാരൊക്കെ ഉണ്ട്, അവർ ഗ്രൈൻഡറിലിട്ടൊന്നും അയക്കില്ല. പിന്നെയോ അമ്മിയുടെ മുകളിൽ അരച്ചിട്ട് മാത്രമേ കൊടുക്കൂ. അങ്ങനെ ഒരു 10-100 നാളികേരം അരച്ച് കഴിഞ്ഞാൽ നല്ല മസിലുണ്ടാവും ദിവസവും. എനിക്കാണെങ്കിൽ പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. കൈയൊക്കെ ചിലപ്പോൾ അങ്ങനെ വല്ല ദഹനക്കാരായിട്ടുള്ള ബ്രാഹ്മണരാവാം. മസിലൊക്കെ കാണാനുണ്ട്. 2 കൈയിലും ഒരേപോലെ തഴമ്പ്. ആരാതാവും? ബ്രാഹ്മണരായിരിക്കാം, അല്ലെങ്കിൽ ക്ഷത്രിയന്മാരായിരിക്കാം. ക്ഷത്രിയന്മാർ ചിലപ്പോൾ രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു ഗതിയിലറിയായപ്പോൾ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണ വേഷം കെട്ടി നടക്കാവും. ആരെങ്കിലും ആയിക്കോട്ടെ, കൈ നീട്ടി വന്നില്ലേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തും കൊടുക്കും. എൻ്റെ തല വേണോ തരാം, ആത്മശിരോവിവ. ഭഗവാൻ പറഞ്ഞു, തല തന്നെയാണ് വേണ്ടത്, തരണ്ടെടുത്തോളാം. എൻ്റെ തലയെടുക്കാൻ നിങ്ങളാരാ? ബ്രാഹ്മണരൊക്കെ എൻ്റെ തലയെടുക്കാൻ വരാറുണ്ടോ? ഞങ്ങൾ ബ്രാഹ്മണരല്ല, ഞങ്ങൾ അത്രയും സാത്വികന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലാന്ന്. കുറച്ച് ക്ഷാത്രിയം അല്ലെങ്കിൽ കുറച്ച് രജോഗുണമൊക്കെ ഉള്ളവർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധം നോദേഹി രാജേന്ദ്ര, യുദ്ധമാണ് വേണ്ടത്. രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്, എന്നാൽ അന്നകാംക്ഷിണ, ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല. നിങ്ങൾ ആരാ പറയൂ എന്ന് ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹം ഭീമസേന. ഒന്ന് ആലോചിച്ചാൽ എനിക്ക് മനസ്സിലാവേണ്ടതായിരുന്നു ആളുടെ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ശരി, കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള അർജുനൻ. വെറുതെ അല്ല 2 കൈയിലും ഒരേപോലെ തഴമ്പ് കണ്ടത്. അർജുനന് ഒരു പേരുണ്ട്, സവ്യസാചി എന്ന്. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ടൊക്കെ ഒരേപോലെ ആയുധം പ്രയോഗിക്കാൻ കഴിയും. 2 കൈയിലും ഒരേപോലെ തഴമ്പാണ്. അതുകൊണ്ടാണ് സവ്യസാചി എന്ന് പറയുന്നത്. ഇടതും വലതും ഒരേപോലെ പ്രയോഗിക്കാൻ കഴിവുള്ള ആളെയാണ് സവ്യസാചി എന്ന് പറയുക. ലൗകികമായ രീതിയിൽ, ആധ്യാത്മികമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇടതെന്ന് പറഞ്ഞാൽ ലൗകികമായ നേട്ടത്തിൻ്റെ പ്രതീകമാണ്, വലതെന്ന് പറഞ്ഞാൽ ആധ്യാത്മിക നേട്ടത്തിൻ്റെ പ്രതീകമാണ്. ഇടതും വലതും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് അർജുനൻ. അർജുനനാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നതെന്ന്. അപ്പം ആധ്യാത്മികമെന്നോ ലൗകികമെന്നോ ഭേദബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങളിലും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്കാണ് ഭഗവത്ഗീത ഒക്കെ ഉപദേശിക്കുന്നത്. ലൗകികമായിട്ട് ഒന്നിനും കൊള്ളില്ല എന്നാൽ ഭാഗവതം കേൾക്കാം, ഇങ്ങോട്ട് വരണ്ട. അല്ല, വേണമെങ്കിൽ വന്നിരുന്നോളൂ, ഉറക്കം നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗുണം ഉണ്ടാവണമെങ്കിൽ നേരാവണ്ണം അതിൻ്റെ ഫലം അങ്ങനെയല്ലേ, ഔട്ട്പുട്ട് ഉണ്ടാവണ്ടേ. ഇൻപുട്ട് മാത്രം ഇങ്ങനെ നമ്മൾ മിക്കവാറും അധികം അങ്ങനെയല്ലേ പതിവ്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ ഇങ്ങോട്ടൊന്നും വരാറില്ല. അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവാറില്ല. അതുണ്ടാവണമെങ്കിൽ, നേരാവണ്ണം ഉണ്ടാവണമെങ്കിൽ നല്ല ഭൗതികമായ നേട്ടമുള്ളവർക്കാണ് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ നിങ്ങളുടെ. അല്ലാതെ വീട്ടുകാരൊക്കെ കൂടി എപ്പോഴും നിർബന്ധിക്കും സപ്താഹത്തിന് പൊക്കോളുന്നു, അവിടെ ശല്യണേ. അങ്ങനെ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ളവരെ സവ്യസാചിക്കാണ്, ഇടതും വലതും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആൾക്കാണ്, സവ്യസാചിക്കാണ് ഭഗവത്ഗീത ഉപദേശിച്ചതെന്ന്. വെറുതെ അല്ലല്ലോ 2 കൈയിലും തഴമ്പൊക്കെ കണ്ടത്. അർജുനനെ നോക്കി, താനാരാ? ഈ പരിചയപ്പെടുത്തുന്ന ആളാരാണ്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലായില്ല, പറയൂ. എന്നെ മനസ്സിലായില്ല? ഇല്ലേ, പറയൂ. അനയോർമ്മ അതിലേയമ്മ, ഞാൻ ഇവരുടെ അമ്മാവൻ്റെ മകനാണ്. എനിക്ക് സ്വന്തമായിട്ട് അഡ്രസ്സൊന്നുമില്ലേ? അമ്മാവൻ്റെ മകൻ മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് യാതൊരു അഡ്രസ്സും ഇല്ലേ? ഇവർക്ക് എത്ര അമ്മാവന്മാരുണ്ടെന്ന് ഞാൻ അന്വേഷിക്കണം, ഓരോ അമ്മമാർക്ക് എത്ര അമ്മായിമാരുണ്ടെന്ന് അന്വേഷിക്കണം, അതിലെത്ര കുട്ടികളുണ്ടെന്ന് അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ട് അത് ആരാന്നൊക്കെ അന്വേഷിച്ച് വരാൻ എനിക്ക് സമയമില്ല. താൻ ആരാ പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? ഇല്ല. കൃഷ്ണം ജാനേഹി തേരിവും, നിന്റെ ശത്രുവായ കൃഷ്ണ എന്നിങ്ങനെ കേൾക്കുമ്പോഴേക്കും ഉള്ളിന് വിറച്ചു. 17 തവണ ബലരാമസ്വാമികളുടെ കയ്യിൽ നിന്ന് അടി കൊള്ളാതെ രക്ഷിച്ച ആളാണ്. പക്ഷെ ആ ഭയം പുറമേക്ക് പ്രകടിപ്പിച്ചില്ല. ജഹാസോച്ചൈ, ഉറക്ക ചിരിച്ചു. വല്ലാതെ പേടി വന്നാൽ ചിലരൊക്കെ പ്രവർത്തിക്കാറുണ്ട്, ഉറക്ക ചിരിക്കും. ഈ ഭയം മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറക്ക ചിരിക്കുക. അതുപോലെ ജരാസന്ധന് ഉറക്കാണ് ചിരിച്ചു, ഭയം മറ്റുള്ളവരൊന്നും കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, നിന്നോട് യുദ്ധത്തിന് ഞാനില്ല. പിന്നെ ഭീമസേൻ അർജുനനെ നോക്കി, അർജുനനോടോ ഈ കുട്ടിയോടോ?
യുദ്ധം തുടങ്ങിയാൽ 5 മിനിറ്റിനുള്ളിൽ ഇവനെ തല്ലിക്കൊല്ലും. അവസാനം എനിക്ക് ചീത്തപ്പേരാവും. ആ ചെറിയ കുട്ടിയെ, ആ അർജുനനെ ഈ ജരാസന്ധനെ തല്ലിക്കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച ആൾക്കാർ എന്നെ പരിഹസിക്കും. അതുകൊണ്ട് ഇവനോട് യുദ്ധത്തിനില്ല. ഭീമസ്തുല്യമല്ലോ മമ, ഭീമൻ എന്നോട് തുല്യനാണെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു യുദ്ധത്തിന്. ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അർജുനനും ഭീമസേനും കൂടി എല്ലാവരും കൂടി പോകണ്ട എന്നൊക്കെ പലരും നിർബന്ധിച്ചു അത്രേ. ആ ഭഗവാൻ പറഞ്ഞു, അർജുനൻ ഇല്ലാതെ പറ്റില്ല, ഭീമസേനും വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നതാ. എന്താ ഇപ്പം അർജുനൻ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർജുനന് വിചാരമുണ്ട്, ഇവരൊന്നും ഒന്നിനും കൊള്ളില്ല, ഈ ഭീമസേനൊന്നും ഒന്നിനും കൊള്ളില്ല. ധർമ്മപുത്ര മഹാരാജാവ് പറയും വേണ്ട. പിന്നെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഞാൻ വേണം. വില്ലാളി വീരനായിട്ടുള്ള ഞാനില്ലാതെ ഈ യുദ്ധം നടക്കില്ല എന്ന് ഉറപ്പുണ്ട്. അപ്പം ഞാനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആള് എന്ന് നല്ല വിചാരമുണ്ട്. അതാണ് ഇവിടെ തട്ടി പൊളിച്ചു കൊടുത്തത്. ജരാസന്ധൻ പറഞ്ഞു ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി എന്നാൽ വേണ്ട, അത് അംഗീകരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഭീമൻ എന്നോട് തുല്യനാണെന്ന് പറഞ്ഞു, അതും അംഗീകരിച്ചു കൊടുത്തു. ഇതൊക്കെ കേട്ട് അഹങ്കാരം മുഴുവൻ അങ്ങനെ തട്ടി ഉടച്ചു. അതൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കുക മാത്രമേ വേണ്ടിയൊന്നുള്ളൂ. അങ്ങനെ വെറുതെ ഇരുത്തിയിട്ട് വർത്തമാനം കൊണ്ട് മാത്രം അർജുനൻ്റെ അഹങ്കാരം കുറേ തട്ടി ഉടയ്ക്കുന്നുണ്ട്. ഈ അഹങ്കാരം കൊണ്ട് ഇനി മഹാഭാരത യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എവിടെയും വിജയിക്കില്ല. അതുകൊണ്ട് ഓരോരോ സന്ദർഭങ്ങളിലൂടെ അങ്ങനെയുള്ള അഹങ്കാരത്തൊക്കെ തട്ടി ഉടച്ച് എൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ. ഈ രാജസൂയ എന്ന് പറഞ്ഞാൽ തന്നെ രജോ ഗുണത്തെ ജയിക്കുന്ന യജ്ഞമാണ്. അതും കഴിഞ്ഞു. ഭീമസ്തുല്യബലോമ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാന്തര ഗത എടുത്തുകൊണ്ടുവന്ന് ഭീമസേനന് കൊടുത്തു ജരാസന്ധൻ. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. തപശ്ചടചടാശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭ, അതിഗംഭീരമായിട്ടുള്ള ഇടിവിട്ട് പോലെയാത്രേ. ഗതകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആനകൾ കുത്തുകൂടുന്ന പോലെ, ഇങ്ങനെയൊക്കെ ഗംഭീരമായിട്ടുള്ള യുദ്ധം. വൈകുന്നേരമായിക്കുമ്പോഴേക്കും യുദ്ധം നിർത്തും. പിന്നെ ഒരുമിച്ച് കുളിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സന്ധ്യാവന്തനം ഭക്ഷണം കഴിക്കൽ ഒക്കെ കഴിഞ്ഞാൽ രാത്രി ഒരുമിച്ച് കളിച്ചിരിക്കും. ചൂത് കളിക്കലൊക്കെ ഉണ്ട്. രാത്രി ഒരേ പായൽ കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അടി കൂടുന്ന കണ്ടാൽ ഇവരാണ് രാത്രി കെട്ടിപ്പിടിച്ച് നടന്നതെന്ന് തോന്നും. സുഹൃദ്വന്നിഷിതിഷ്ഠതോ, രാത്രി മുഴുവൻ സുഹൃത്തുക്കളെ പോലെയായിരുന്നു അവർ കഴിച്ചു കൂട്ടിയത്. ഇങ്ങനെ ജയപരാജയങ്ങളില്ലാതെ 27ഓളം ദിവസങ്ങൾ യുദ്ധം നീണ്ടുപോയി. രാത്രി കിടന്നിട്ടേ ഭീമസേനന് ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ട്? ജരാസന്ധൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് എല്ലു മുഴുവൻ പൊടിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല. ഭീമസേന ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അനങ്ങാൻ വയ്യ, വേദന കൊണ്ട് ഉറക്കം വരുന്നില്ല. വേഗം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ കൃഷ്ണനെ വിളിച്ചു. എന്താ, ഇപ്പം ഇവിടുന്ന് പോയാൽ നാളെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടാം, ഇനി തല്ലുകൊള്ളാൻ എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ടാണ്. പിന്നെ സ്വകാര്യമായിട്ട് എന്നെ കൊണ്ട് വയ്യ എന്നങ്ങണ്ട് അടിയറു പറഞ്ഞു ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ പറഞ്ഞു ഞാനില്ലേ എന്ന ഭാവത്തിലും തലോടി കൊടുത്തു. എല്ലാ വേദനയും മാറി. ഇത് മാത്രമല്ല, പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് പതുക്കെ ഭീമസേനോട് ചോദിച്ചു, ഇപ്പം വേണമെങ്കിൽ പോവാട്ടോ. ഇന്ന് പോകേണ്ട കാര്യമില്ല. പൂർവാധികം ശക്തനായിട്ട് യുദ്ധത്തിന് തയ്യാറാവുന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധമായിരുന്നു അന്ന്. ഒരു ഭാഗത്തിരുന്ന് ഭഗവാൻ ഇവനെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. പാടയന്നിവ സംജ്ഞയാ, ഒരു കമ്പെടുത്ത് പൊളിച്ച് കാണിച്ചു കൊടുത്തു. ജരയാൽ സന്ധിക്കപ്പെട്ടവനാണ് ഇവൻ, അതേപോലെ വലിച്ചു പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ കഥ കഴിയും എന്ന് കാണിച്ചു കൊടുത്തു. ജന്മരഹസ്യം സൂചിപ്പിച്ചു കൊടുത്തു. അതേപോലെ ആന പട്ട കീറുന്ന പോലെ ജരാസന്ധനെ വലിച്ചു കീറി 2 ഭാഗത്തേക്കും തിരിച്ചിട്ടു. ജരാസന്ധൻ്റെ കഥ കഴിച്ചു. രാജാക്കന്മാരെയൊക്കെ മോചിപ്പിക്കുന്നു. ജരാസന്ധൻ്റെ പുത്രനായിട്ടുള്ള സഹദേവനെ രാജാവാക്കി അഭിഷേകം ചെയ്യുന്നു. രാജാക്കന്മാരെയൊക്കെ മോചിപ്പിച്ച് അവർക്ക് കുളിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം, വട്ടുവസ്ത്രങ്ങൾ, രാജകീയമായിട്ടുള്ള ഭക്ഷണം എല്ലാം കൊടുത്തു. എന്തെന്നില്ലാത്ത സന്തോഷമായി ദിവസങ്ങളോളം കുളിക്കാതിരുന്ന് കുളിക്കുമ്പോഴുള്ള സുഖം, വെള്ളം കുടിക്കുമ്പോഴുള്ള സുഖം, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുഖം, ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴുള്ള സുഖം ഒക്കെ അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിനേക്കാളും ആസ്വദിക്കാൻ കഴിഞ്ഞത് ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞപ്പോഴാണ്. ബാക്കിയുള്ള സുഖമൊക്കെ നിസ്സാരമായി ഭഗവാനെ കണ്ടപ്പോൾ അവരങ്ങോട്ട് വീണ്ടും നമസ്കരിച്ചു. ജരാസന്ധൻ പോലും ഞങ്ങളുടെ ഗുരുനാഥനായിട്ട് മാറി. ജരാസന്ധൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭഗവാനെ കാണാൻ കഴിയില്ലായിരുന്നു.
ഈ ഭഗവാനെ ദർശിക്കാനുള്ള തൊഴാനുള്ള ഒരു അവസരം ഉണ്ടായത് ജരാസന്ധൻ കാരനാണ്. അതുകൊണ്ട് ജരാസന്ധൻ പോലും ഞങ്ങളുടെ ഗുരുനാഥനായിട്ട് മാറിയിരിക്കുന്നു. അവർ ഭഗവാനെ വീണ്ടും നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായത് ഈ ഭഗവത് ദർശനം കൊണ്ടാണ്. ഇന്നും ഭക്തന്മാർ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിക്കാറുണ്ട്. ഭഗവാനെ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ നമസ്കരിക്കാറുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒറ്റമൂലിയായിട്ടുള്ള മന്ത്രമാണ്. എല്ലാ ദുഃഖങ്ങളും തീരാൻ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ നമസ്കരിക്കേ വേണ്ടൂ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് നമസ്കരിച്ചു. രാജാക്കന്മാരോടൊക്കെ പ്രത്യേകം പറഞ്ഞു, നിങ്ങളൊക്കെ യാഗത്തിന് വരണം എന്ന് പറഞ്ഞ് അവരെയൊക്കെ അയച്ചു. സഹദേവന് അവിടെ ധാരാളം ആനകളുണ്ടായിരുന്നു. ജരാസന്ധൻ പല ദിക്കുന്ന ആനകളെ പിടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ആനകളിൽ 4 ആന ഒഴിച്ച് ബാക്കിയുള്ള സകല ആനകളെയും ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു. അത്രേ എന്തിനാ അത്? 4 ആനയെ വെച്ചിട്ട് ഇനി ഈ സഹദേവൻ തന്നെ ഭഗവാനെയൊക്കെ നമസ്കരിക്കുകയൊക്കെ ചെയ്തു സഹദേവൻ. പക്ഷേ ഈ 4 ആനയും വെച്ച് പാണ്ഡവന്മാർക്ക് എതിരായിട്ട് കൗരവപക്ഷത്ത് മഹാഭാരത യുദ്ധത്തിൽ ഈ സഹദേവൻ വരുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട ഭഗവാൻ ഇവിടുത്തെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരുവിധ ആനകളെയും ഒക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചു, കൊണ്ടുപോയി. 4 ആനയെ മാത്രമേ അവിടെ വെച്ചുള്ളൂ. തിരിച്ചുള്ള യാത്രയായി. ഈ വിവരൊക്കെ അറിയുന്നു ധർമ്മപുത്ര മഹാരാജാവ്. ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണാനോവാച കിഞ്ചന. യാഗം വേണോന്ന് ആലോചിക്കുമ്പോഴേക്കും അതൊക്കെ മുന്നിട്ടിറങ്ങി ഒക്കെ വേണ്ട പോലെ ആക്കി തീർക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം ഓർക്കുന്ന ധർമ്മപുത്ര മഹാരാജാവിന് കണ്ണീർ വാർക്കാനും സമയം ഉണ്ടായില്ല, ഒരു അക്ഷരം ഇണ്ടാൻ സമയം ഉണ്ടായില്ല. ഭഗവാൻ തന്നെ മുന്നിട്ടിറങ്ങി എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് കൂടി. ഓരോ വകുപ്പ് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഭക്ഷണത്തിൻ്റെ ചുമതല ഭീമസേനെ ഏൽപ്പിച്ചു. വരുന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് പാഞ്ചാലി ഏൽപ്പിച്ചു. പാഞ്ചാലിയുടെ നേതൃത്വത്തിൽ പൂജയുടെ കാര്യം സഹദേവനെ ഏൽപ്പിച്ചു. വരുന്നവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്വീകരിക്കാനായിക്കൊണ്ട് അർജുനനെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ വകുപ്പ് ഓരോരുത്തർക്ക് കൊടുത്ത് 18 മാസം നീണ്ടു നിൽക്കുന്ന യാഗം ഭംഗിയാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തം ഉണ്ടാവണം. അങ്ങനെ ഓരോന്നും ഓരോരുത്തരെ ഏൽപ്പിച്ചു. യാഗം വളരെ ഭംഗിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്ക് ഓരോ വകുപ്പ് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വേണ്ട പോലെ ഓടി നടന്ന് നേരിയാവുന്നില്ല എന്ന് പരിശോധിക്കുന്നുണ്ട് ധർമ്മപുത്ര മഹാരാജാവ്. എന്തെങ്കിലും ഒരു വീഴ്ച സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കൃഷ്ണ എന്ന് വിളിക്കും. ഭഗവാൻ ഓടിയെത്തും. അങ്ങനെ ഭഗവാൻ ഓടിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വീഴ്ച വന്നാലും ഇല്ലെങ്കിലും കൃഷ്ണ എന്ന് വിളിക്കൽ ശീലമായി. എവിടെ പോയാലും അവിടുത്തെ ഒരു കാര്യം നന്നായാലും വേണ്ടില്ല ചീത്തയായാലും വേണ്ടില്ല. ചീത്തയായി മാത്രം ഭഗവാനെ പറഞ്ഞാൽ പോരല്ലോ, നന്നായാലും പറയണല്ലോ. കൃഷ്ണ എന്ന് പറയും. അപ്പോഴേക്കും കൃഷ്ണൻ ഓടിയെത്തിയിട്ടുണ്ടാവും. അവിടെ വന്നവർക്കൊക്കെ ഭഗവാനെ കാണാതെ പോകാൻ പറ്റില്ല എന്നായി. ഏത് മൂലയ്ക്കും ഭഗവാൻ ഉണ്ടാവും, ഏത് രംഗത്തും ഭഗവാൻ ഉണ്ടാവും. അങ്ങനെ വളരെ ഭംഗിയായിട്ട് യാഗം പരിണമിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ കാലുകഴിച്ച് പൂജിക്കേണ്ട രംഗം വന്നു. പൂജാതി കാര്യങ്ങളുടെ ചുമതലയുള്ള സഹദേവൻ പറഞ്ഞു, പൂജിക്കേണ്ടത് കൃഷ്ണനെയാണ്. സകലോകങ്ങളുടെയും വേരായ നാരായണനായ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ പൂജിച്ച ഫലമാണെന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാനെ പൂജിക്കാൻ തയ്യാറായി. സകല മഹർഷിമാരും എല്ലാവരും അതിനെ അംഗീകരിച്ചു. പൂജിക്കാനായിട്ട് നോക്കുമ്പോൾ കൃഷ്ണനെ കാണാനില്ല. ഇതുവരെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന യാഗത്തിന് വന്നിട്ട് ഏറ്റവും കഷ്ടപ്പെട്ടു പോയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിശുപാലനായിരുന്നു. ശിശുപാലന് ആകെ കൂടി ഡിമാൻഡേ ഉള്ളൂ, ആ കള്ളം കൃഷ്ണനെ കാണാൻ വയ്യ. പക്ഷെ വരുമ്പോഴേക്കും സ്വീകരിക്കാൻ തയ്യാറായിട്ട് കൃഷ്ണനുണ്ട് അവിടെ. വേഗം വഴി മാറി ഓടി. അടുക്കളയുടെ ഭാഗത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ടാക്സി വിളിച്ച് പോകണം അവിടേക്ക് എത്തണമെങ്കിൽ. അത്രയും ദൂരെയാണ്. വഴി മാറിപ്പോയി, തേരിലൂടെയൊക്കെ കയറിപ്പോയി. അവിടെ എത്തിയപ്പോൾ അടുക്കളയിൽ അവിടെയുണ്ട് കൃഷ്ണൻ. എവിടെ നോക്കിയാലും കൃഷ്ണൻ. അങ്ങനെ എവിടെ നോക്കിയാലും കൃഷ്ണനെ കാണാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫലം ഇനി ഉടനെ കിട്ടാൻ പോകുന്നു. കൃഷ്ണനെ നോക്കുമ്പോൾ കാണാനില്ല പൂജിക്കാനായിട്ട്. അവസാനം ഇതാ വരുന്നവരുടെയൊക്കെ കാല് കഴിച്ച് പൂജിക്കുന്ന കൃഷ്ണനെ കണ്ടെത്തി. പിടിച്ചു വലിച്ചു കൊണ്ടിരുമ്പോഴാണ് ഇതിനു മുമ്പ് അടുക്കളയിലായിരുന്നു അത്രേ. അപ്പോൾ ആകെ വസ്ത്രത്തിലൊക്കെ കരിയൊക്കെയാണ്. അതൊക്കെ മാറ്റി പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഇത് ഉയർന്ന പീഠത്തിൽ ഇരുത്തിക്കൊണ്ട് അഗ്രാസനത്തിൽ ഇരുത്തിക്കൊണ്ട് ഭഗവാനെ കാല് കഴിച്ച് പൂജിക്കാൻ തുടങ്ങുന്നു ധർമ്മപുത്ര മഹാരാജാവ്. പൂജിക്കാൻ തുടങ്ങുമ്പോഴാണ് ആരായി ഈ പൂജ്യനായിട്ടിരിക്കുന്നത്. ഇത്ര നേരം എന്തു പണിയും ചെയ്യാൻ തയ്യാറായിട്ട് അടുക്കളയിൽ കഷ്ണം നുറുക്കണമെങ്കിൽ കഷ്ണം നുറുക്കാം,
അടിച്ചു വാരണമെങ്കിൽ അടിച്ചു വാരാം, പാത്രം കഴുകണമെങ്കിൽ പാത്രം കഴുകാം, ആൾക്കാരുടെ കാല് കഴുകണമെങ്കിൽ അതും ആവാം. എന്തിനും തയ്യാറായിട്ടാണ് ഓടി നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ സദസ്സ് മുഴുവൻ പറയുന്നു വേദവേദ്യനാണ് ഈ കൃഷ്ണൻ. ഇത്ര നേരം അഭിനയിച്ചത് എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ പെങ്ങളുടെ മക്കളാണ് ഇവരുടെ അടുത്തേക്ക് ഞാൻ വന്നതാണെന്ന ഭാവത്തിലാണ്, ബന്ധുവിനെ പോലെയാണ് അഭിനയിച്ചത്. എല്ലാ ബന്ധുക്കളെയും അടുത്ത് ഇതുപോലെ പോകാറുണ്ടോ? അതൊന്നുമില്ല. കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഭക്തവാത്സല്യം കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് ഓർക്കുമ്പോഴേക്കും, ഭഗവാന്റെ കാരുണ്യം ഓർക്കുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞൊഴുകുന്നു, കണ്ഠമിടറുന്നു. നഗ്നനേത്രങ്ങളെ കൊണ്ട് കൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു വാക്കുകൊണ്ട് ഒരു മന്ത്രം ജപിക്കാൻ പോലും കഴിഞ്ഞില്ല. പ്രത്യക്ഷമായിട്ടൊരു മന്ത്രം പോലും ജപിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ പൂജിച്ചു. എല്ലാവരും കൂടിയിട്ട് ആ പൂജ എങ്ങനെയോ മുഴുവനാക്കി. അതുപോലൊരു പൂജ ഉണ്ടായിട്ടില്ലേ, ഉണ്ടാവും തോന്നുന്നില്ല. കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാനെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാതെ, ഒരു മന്ത്രം പോലും ജപിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം പൂജിച്ചത്. അതൊക്കെ കഴിഞ്ഞു. പൂജ കൊണ്ട് കഴിയേണ്ട താമസമുള്ളൂ. എല്ലാവരും കൃഷ്ണ ഹരേ ജയ ജയ എന്ന് ജാരം മുഴക്കുമ്പോൾ അതുവരെ അവിടെ സഹിച്ചിരുന്ന, ഇതൊന്നും സഹിക്കാൻ കഴിയാതിരുന്ന ശിശുപാലൻ, പല്ല് കടിച്ച് തലതാഴ്ത്തിരുന്ന അദ്ദേഹം ചാടി എണീറ്റ് ഭഗവാനെതിരെ അസഭ്യം വിളിച്ചു പറയാൻ തുടങ്ങി. എന്ത് യോഗ്യതയുണ്ട് ഇവനെ പൂജിക്കാൻ പാകത്തിന്? പൂജിക്കുന്നത് പാണ്ഡവന്മാരും, മനസ്സിലായി എന്തിനാ പൂജിക്കുന്നതെന്നൊക്കെ. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അസഭ്യങ്ങൾ വിളിച്ചു പറയാണ്. ഓരോരുത്തരായിട്ട് ശിശുപാലനെ അടിച്ചു കൊല്ലാനായിട്ട് പുറപ്പെട്ടുവെങ്കിൽ എല്ലാവരെയും ഭഗവാൻ തടഞ്ഞു. അവസാനം ചക്രമയച്ച് ശിശുപാലന് മോക്ഷം കൊടുക്കേണ്ടത്. ആ ദിവ്യ ജീവൻ ഭഗവാനിലേക്ക് ലയിക്കുന്നത് എല്ലാവരും കണ്ടു. അതിനുള്ള കാരണം എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഭാവോഹി ഭവകാരണം. യാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് പരിണമിച്ചു. സമർപ്പിക്കാൻ തയ്യാറായി. ഔഷധസ്നാനത്തോട് കൂടിയിട്ടൊക്കെ ആ യാഗം സമർപ്പിക്കുന്നു. ആ ഔഷധസ്നാന സമയത്തൊക്കെ പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയൊക്കെ ഇങ്ങനെ തിളക്കം കാരണം ദുര്യോധനാദികളുടെയൊക്കെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അത്രയും തേജസ്സാണ്. അങ്ങനെ അസൂയ കാരണം എന്ത് വേണമെന്നറിയാതെ ഇത്രയും ഐശ്വര്യം ഇങ്ങനെ പാണ്ഡവന്മാർക്കുണ്ടാവുന്ന കണ്ടപ്പോൾ അസൂയ കാരണം കണ്ണ് കാണാതെ ആയിരിക്കുന്നു ഇപ്പോൾ ദുര്യോധനാദികൾക്ക്. യാഗം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും ഒരു കുറവ് കണ്ടിട്ട് വേണം പോവാന്ന് വിചാരിച്ചുകൊണ്ട് കാത്തു നിൽക്കുക ദുര്യോധനാദികൾ. ഭഗവാനാണെങ്കിൽ അനുഗ്രഹിച്ചും മതിയാവാത്തത് കൊണ്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും യാത്ര പറയാനായിട്ട് മയനിർമ്മിതമായ സഭയിലേക്ക് കടന്നു വരുന്നു ദുര്യോധനാദികൾ. ദുര്യോധനന്റെ മനുജന്മാരും ശകുനിയമ്മാവനും ഒക്കെ കൂടിയിട്ട് ആ സഭയിലേക്ക് വന്നപ്പോൾ തന്നെ സഭാനാഥനായിട്ടുള്ള ധർമ്മപുത്ര മഹാരാജാവിനോട് അസൂയ വെച്ച് വന്നതുകൊണ്ട് തന്നെ സ്ഥലജലഭ്രമം ഉണ്ടായി. വെള്ളം കണ്ടപ്പോൾ വെള്ളമല്ല തോന്നും, നല്ല സ്ഥലം കണ്ടപ്പോൾ നിലം കണ്ടപ്പോൾ വെള്ളം തോന്നും. ഇങ്ങനെയുള്ള ഭ്രമങ്ങളൊക്കെ ഉണ്ടായി. വെള്ളമുണ്ടോ സംശയിച്ച് നടക്കുക. ആദ്യം വസ്ത്രമൊക്കെ പൊതിച്ചു പിടിച്ച് നടക്കുക. എവിടെയോ പോയിട്ട് ഇടിച്ചു, വഴിയാന്ന് വിചാരിച്ചുകൊണ്ട് വാതിലാന്ന് വിചാരിച്ചുകൊണ്ട് നടന്നപ്പോൾ വാതിൽ കണ്ടില്ല. അങ്ങനെ കുറേ അബദ്ധങ്ങൾ. പിന്നെ നോക്കുമ്പോൾ നല്ലോണം വെള്ളമുണ്ട്. നേരത്തെയൊക്കെ തുള്ളി വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് അറിയാതെ പോവാന്ന് വിചാരിച്ചു. ഇതങ്ങനെ മുട്ടിലിപ്പം വെള്ളം തോന്നി. ആ വെള്ളം കണ്ടപ്പോൾ വേഗം ഈ പട്ടുവസ്ത്രമൊക്കെ നനയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അതും സഹോദരന്മാരുടെ അടുത്ത് വരുമ്പോഴേക്കും നല്ല ഗംഭീരമായിട്ടുള്ള പട്ടുവസ്ത്രമൊക്കെ ഉടുത്ത് വന്നിരിക്കുക. അത് നനയ്ക്കേണ്ട ആവശ്യമുണ്ടോ? വാളൊക്കെ ഉയർത്തി പിടിച്ചുകൊണ്ട് കിരീടമൊക്കെ ധരിച്ചുകൊണ്ടാണ് വരവ്. ഈ പട്ടുവസ്ത്രം നനയ്ക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വസ്ത്രം മുകളിലേക്ക് ചരച്ച് കയറ്റി. ഇനി മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല, അത്രയും മുകളിലേക്ക് എത്തി. വെള്ളം നനയണ്ടെന്നുള്ള എനിക്ക് തികതാന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തം. തിരിഞ്ഞു നോക്കി അനുജന്മാർ, നിങ്ങൾ ഇതുപോലെ നടന്നോളൂ എന്ന ഭാവത്തിൽ എല്ലാവരും തുണി പൊന്തിച്ച് നടക്കുക. കുറേ ദൂരം 100-101 പേര് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഇവിടെ വെള്ളമൊന്നുമില്ല തോന്നിയത്. വസ്ത്രം നേരെ ഇട്ടു. ചുറ്റും നോക്കി ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടോ സംശയം. താൻ ഇങ്ങനെയൊക്കെ നടക്കുന്ന കണ്ടിട്ടാണോ തിരിക്കുന്നത്? ഇനി നേരാവണ്ണം നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വസ്ത്രമൊക്കെ നേരെയിട്ട് വാളൊന്നുകൂടി ഉയർത്തി പിടിച്ച് വലത്തേക്കാലം ഉയർത്തി മൂക്കോളം ഉയർത്തി കൊടുത്തൊരു ചവിട്ട്. ഇത്ര നേരം പരിങ്ങി നടന്നതിൻ്റെ കുറവ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചവിട്ടിയത് എവിടേക്കാണ്? വെള്ളത്തിലേക്ക്. ഒരാൾ വെള്ളത്തിൽ വീണാൽ പഠിക്കണ്ടേ? അല്ലല്ല, വരിവരിയായിട്ട് വന്ന് വെള്ളത്തിൽ ചാടുക. പ്ലും ശബ്ദം തന്നെ. അങ്ങനെ വെള്ളത്തിൽ വീഴുന്നു, മുങ്ങുന്നു, പൊങ്ങുന്നു. അവിടെ അതുവരെ ചിരി അടക്കി പിടിച്ചിരുന്ന പാഞ്ചാലി അടക്കമുള്ളവർ, ഭീമസേനും ഒക്കെ ഉള്ളവർ ചിരി അടക്കി പിടിച്ചിരുന്നു. അവരൊക്കെ ചിരിച്ചു എന്നാണ് ഒരു പക്ഷം.
ഭാഗവതം ചിരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള സ്ത്രീകളൊക്കെ ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ പാഞ്ചാലിയും ചിരിച്ചോ എന്ന് അറിയില്ല. ഭീമസേനൻ ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചിരിയോട് ചിരിയായി. ഭഗവാൻ പറഞ്ഞു ചിരിച്ചോളൂ. ഭഗവാൻ ആംഗ്യം കാണിച്ചു ചിരിച്ചോളൂ. ഓക്കെ, ആരെങ്കിലും ഇനി ചിരിക്കാനായിട്ട് സംശയിക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചോളൂ. ആംഗ്യം കാണിച്ചു. അങ്ങനെ എല്ലാവരും ചിരിച്ചു. ഇതിങ്ങനെ കണ്ടു ദുര്യോധനൻ. എടി, നീ എവിടുന്നോ വന്നിട്ട് ഞാൻ വെള്ളത്തിൽ വീണപ്പോൾ ചിരിക്കുകയാണോ? നിനക്ക് ഞാൻ ഇതിന് പകരം വീട്ടും, നിന്നെ ഞാൻ പകരം വീട്ടും, അപമാനിക്കുമെന്ന് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി ദുര്യോധനൻ. ഭഗവാൻ അതിനപ്പുറത്ത് കണക്ക് കൂട്ടി. നിന്നെയൊക്കെ മുക്കിയത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ, മുളപ്പിക്കണമെങ്കിൽ ആദ്യം ഒന്ന് മുക്കണ്ടേ? മുക്കിയത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ സകല ദുഷ്ടന്മാരെയും മുളപ്പിക്കുമെന്നും അർജുനൻ നിമിത്തമാക്കി സകല ദുഷ്ടപുരുഷകളെയും അരിഞ്ഞു വീഴ്ത്തുമെന്നും ഭഗവാന് കണക്ക് കൂട്ടി. അഥവാ ഭാരത യുദ്ധത്തിന് ബീജാപം നടത്തിയെന്ന് ഭഗവാൻ. അപ്പോൾ തന്നെ ഭഗവാൻ സങ്കല്പം കഴിഞ്ഞു. മഹാഭാരത യുദ്ധത്തിൻ്റെ സങ്കല്പം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആര് വിചാരിച്ചാലും ആ യുദ്ധം ഒന്നും മാറ്റിമറിക്കാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ രാജസൂയ യാഗത്തിൻ്റെ കഥ സമർപ്പിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ